നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്. നമുക്ക് ആദ്യം തന്നെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്തേക്കുള്ള മയക്കുമരുന്ന് കടത്തിന് പുതിയ ഇടനാഴി തുറന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ. തായ്വാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരം രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെ. പുതിയ ഇടനാഴി തുറന്നത് അഫ്ഗാനിൽ നിന്നുള്ള കള്ളക്കടത്തിന് നിരീക്ഷണം ശക്തമായതോടെ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച ആശാവർക്കർമാർ. രാവിലെ 11 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക്. വഖഫ് നിയമത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ക്രൈസ്തവ സഭകൾ. മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ആഹ്വാനം. നിയമ സർവകലാശാലയിൽ തിരക്കിട്ട് VC നിയമന നീക്കം. സെർച്ച് കമ്മിറ്റിക്ക് പിന്നാലെ അപേക്ഷ ക്ഷണിച്ച് വിജ്ഞാപനം. നടപടി ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നിലനിൽക്കെ. ഗുരുവായൂരിൽ തുളസിത്തറയെ അവഹേളിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ. പുണ്യമായ തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത് ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി. അബ്ദുൾ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടി വേണമെന്നും കോടതി. ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. സൈനിക താവളം തകർത്തു. കരസേനാ നിരീക്ഷണം ശക്തം. ബന്ദിമോചനം പൂർത്തിയാകും വരെ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ. രോഹിണി, അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ആശാവർക്കർമാരുടെ സമരമാണ് പ്രധാനപ്പെട്ട വാർത്ത. അവർ ഇന്നലെ ചർച്ച നടത്തി, 2 വട്ടം ചർച്ച നടത്തി. പരാജയമായിരുന്നു. ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നു, രണ്ടാമത് മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തി. പക്ഷേ ചർച്ച വിജയിച്ചില്ല. അവർ ഇന്ന് 11 മണി മുതൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അതിൻ്റെ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകാം. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. ഇന്ന് രാവിലെ 11 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അവർ ആരംഭിക്കുന്നു. ആദ്യഘട്ടമായി ഇന്ന് 3 നേതാക്കളാണ് നിരാഹാരം ഇരിക്കുക. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പോകുന്നുമുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ആശാവർക്കർമാരുടെ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. തികച്ചും ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ് ആശാവർക്കർമാർ അവിടെ തുടരുന്നത്. അക്രമസമരങ്ങളൊന്നും അവർ നടത്തുന്നില്ല. അവർ ജീവിക്കാനുള്ള പോരാട്ടം നടത്തുന്നു. ഇന്നലെ 2 വട്ടം ചർച്ച നടന്നു. ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ച ആദ്യം നടന്നു. പിന്നീട് നിയമസഭാ മന്ദിരത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി കൂടിക്കാഴ്ച നടന്നു. പക്ഷേ ചർച്ചയിലൊന്നും യാതൊരു ഫലവും കണ്ടില്ല. അതുകൊണ്ട് അവർ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു. മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോകുന്നുമുണ്ട്. അങ്ങനെയല്ലേ ടിൻഡു ദാസ്? ഗുഡ് മോർണിംഗ് വിനോദ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3ാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്നത് ആശാവർക്കർമാർ ഈ അവസാനമായിട്ട് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം വന്ന ദിവസമാണ്. അന്നാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആശാവർക്കർമാരെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ അന്ന് തന്നെ ഇത്തരത്തിൽ 3ാം ഘട്ട സമരത്തിലേക്ക് പോകുന്നു എന്ന് അറിയിച്ചു. അതിനുശേഷമാണ് സർക്കാർ ഇത്തരത്തിൽ പ്രതിരോധത്തിലാകുന്നതും സർക്കാർ ഈ സമരത്തിലേക്ക് ശക്തമായിട്ടുള്ള സമര നടപടികളിലേക്കൊക്കെ പോകാൻ തീരുമാനിക്കുന്നത്. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ 3 പേര് വീതം
നിരാഹാര സമരം ഇരിക്കുമെന്നാണ് അന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഈ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് പോയി JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും, ഓണറേറിയം സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെ പറ്റിയിട്ടും കുടിശ്ശിക ഇല്ലാത്തതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. അത് വ്യക്തമായി തന്നെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഇന്ന് നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഈ സമരം ചർച്ചയ്ക്ക് മുന്നേ തന്നെ നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഇനിയും ഇത്തരത്തിൽ അനുകൂലമായിട്ടൊരു നിലപാടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ 2 തവണയും ഈ സമരം തുടങ്ങി 2 ദിവസം കഴിയുമ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നല്ലോ. അതേ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. അത് NHM ആണേലും മന്ത്രിയുടെ ഇതിലാണ്, ആരോഗ്യമന്ത്രിയാണേലും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചിരിക്കുക. ആവർത്തിച്ചത് സമരം നിർത്തി പോകാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറൊരു സംഗതിയും അവർ തീരുമാനമായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടില്ല, ഒരു സംഗതിയും ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാൽ വീട്ടിലേക്ക് ചെന്നാൽ വീടിന് വാടക കൊടുക്കാനില്ല, കടകളിൽ പൈസ അടയ്ക്കാനുള്ള അത് കൊടുക്കാനില്ല. അപ്പോൾ ഇവിടുന്ന് പോയാൽ ഭക്ഷണം കൂടെ ഇല്ലാതാവും എന്നുള്ള അവസ്ഥയാണ് ആശമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സമരം വിജയിച്ചല്ലാതെ ഞങ്ങളുടെ ഡിമാൻഡുകൾ നേടിയെടുത്തല്ലാതെ തിരിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എന്തെങ്കിലും സർക്കാരിന് ഈ സമരം അയവ് വരുത്താനുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായിരുന്നോ ചർച്ചയിൽ? എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സമരം നിർത്തി നിങ്ങൾ പോവുക എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഡിമാൻഡുകളിലായിട്ടുള്ള ഒരു ചർച്ചയും അവിടെ നടന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, നമ്മുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും പൈസ ഞങ്ങൾക്ക് തരാനില്ല, ഇത്ര രൂപയും സർക്കാരിന് അനുവദിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പോലും ഒരു സംഗതി പറഞ്ഞില്ല. അവസാനം റോസമ്മ ചേച്ചി നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റുമെന്ന് വരെ ചോദിച്ചു. അപ്പോൾ പോലും വളരെ പുച്ഛത്തോടു കൂടിയാണ് സംസാരിച്ചത്. അപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്, അല്ലാതെ നിങ്ങളുടെ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലല്ല. അതെ, അവർക്ക് ഇവിടുന്ന് സമരം ഒഴിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആളുകളുടെ പ്രശ്നം, ചാശന്മാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമായത് ഇതിനകത്ത് ഈ ചർച്ചയിലൂടെ. ഈ ഒരു ചർച്ച വിളിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ സർക്കാരിനോട് തന്നെ പറയുന്നത്. അപ്പം പരിഹരിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷ മാത്രമാണുള്ളത്. കാരണം ഈ സമരപ്പന്തലിൽ നിന്ന് നേരത്തെ ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരപ്പന്തലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ വാടക കൊടുക്കണം, കുട്ടികളുടെ ഫീസ്, അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പോലും പിന്നീട് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്ക് ഈ സമരം ഇവിടെ നിന്ന് അവസാനിച്ച് പോകാൻ സാധിക്കില്ല. കാരണം അതല്ല അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഈ 39 ദിവസങ്ങളൊക്കെ പിന്നീട് പോയതാണ്ട് 38ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഈ സമരം ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോകാനായിട്ടാണ് ആവശ്യപ്പെടുകയല്ലാതെ സമരത്തിന് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെതായ ഭാഗത്തു നിന്നും ചെയ്യാൻ സാധിക്കുമോ അതൊന്നും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞില്ല. ആ ചേച്ചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് സമരം ഒഴിവാക്കി പോകണം എന്നാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ തീനാളം അണയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സമരം പിന്നിട്ട് 38ാം ദിവസമാകുമ്പോഴും ആശാവർക്കർമാർക്ക് ആശ നൽകാനായിട്ട് അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കൊക്കെ പോയിട്ടപ്പോൾ ആരോഗ്യമന്ത്രി 38ാമത്തെ ദിവസമാണ് ആരോഗ്യമന്ത്രി കണ്ണു തുറക്കുന്നത്. ഇത്രയും ദിവസം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലാണ് ഇത്രയും നാൾ ഇവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആശാവർക്കർമാർ കഴിഞ്ഞത് എന്ന് വേണം പറയാൻ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുപക്ഷെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ നടത്തുന്ന ഏറ്റവും വലിയൊരു സമരം അത് ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലുണ്ടാകില്ല എന്ന് പറയുന്നത് ഏറ്റവും വേദനയുള്ള കാര്യമാണ്. കാരണം അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത്രയും
അത്രയും അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അത്രയും ജനുവിനാണെന്ന് നമുക്ക് പറയാം. മൂന്ന് നേതാക്കൾ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. ആ നേതാക്കൾ ഇപ്പോൾ രാവിലെ അവിടെ ഉണ്ടോ? അവരെ നമുക്ക് ഈ പ്രേക്ഷകർക്കായി ഒന്ന് അവരെ പരിചയപ്പെടുത്താൻ പറ്റുമോ? ആ മൂന്ന് നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് ആ വിവരം ഇപ്പോൾ ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ ടിൻഡു? തീർച്ചയായിട്ടും നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. ഇന്ന് പ്രധാനപ്പെട്ട 3 പേരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ 3 പേര് മാറിയിരിക്കും. ഇന്ന് 3 പേരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. ആരൊക്കെയാണ് അവർ 3 പേര്? തങ്കമണി, നമ്മുടെ ജനറൽ സെക്രട്ടറി ബിന്ദു, ഷീജ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളും പ്രധാനപ്പെട്ട ആളുകളാണോ അതേ ഓരോ 3 പേരായിട്ട് നിരാഹാര സമരം ഇരിക്കുന്നത്? അങ്ങനെയല്ല, പ്രധാനപ്പെട്ട ആൾ കഴിഞ്ഞിട്ടല്ലേ മറ്റൊരാൾ എടുക്കും. വരുന്ന ദിവസങ്ങളിൽ 3 പേര് വെച്ച്. അതെ. ഓക്കെ, ഈ നിരാഹാര സമരം എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലെ സമാനമായിട്ടുള്ള ദയാബായി ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാര സമരം എടുത്തിട്ടും നീതി ലഭിക്കാത്തൊരു ഇടമാണ്. അപ്പോൾ അതിലെന്താണ് പ്രതീക്ഷ വെക്കുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞങ്ങൾക്കൊരേ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം സാധിക്കാതെ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ആ ലക്ഷ്യം സാധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകും. കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഒന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല. ഞങ്ങൾ വർത്തമാനകാലത്തിൽ മാത്രമാണ്. ഒന്ന്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളുടെ വേതനം. ഇത് കൃത്യദിവസം കൃത്യസമയത്ത് ഈ 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. ഇതൊക്കെ വളരെ ന്യായമായ ഒന്നാണ്. പിന്നെ നമ്മൾ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ സമരഘട്ടത്തിൽ തന്നെയാണ്. ഞങ്ങൾക്കിത് ലഭിക്കാതെ ഞങ്ങളൊരു അടി പിറകോട്ട് പോവില്ല. ഇപ്പോൾ ഇത്രയും നാളും ഈ 23,000 ആശമാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോ ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും പിന്തുണയും പ്രതീക്ഷയും ഉള്ളതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ നിലനിൽക്കുന്നത്. ആശമാർക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരാൻ പറ്റത്തില്ല. കാര്യം പാലിയേറ്റീവ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഫീൽഡിലുണ്ട്. പണത്തേക്കാൾ ഉപരി, ക്യാഷിനേക്കാൾ ഉപരി അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആശമാർക്ക് പൂർണ്ണ സമയവും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ്, വാർഡിലെ സ്ഥിതിഗതികൾ അങ്ങനെയാണ്. അപ്പം അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നടങ്കം വരാത്തത്. സത്യം പറയുകയാണെങ്കിൽ ഏതാനും പ്രതിനിധികൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഫീൽഡിൽ നിന്ന് വരാൻ പറ്റില്ല. ഇനിയിപ്പം മഴക്കാല പൂർവ്വകാല ശുചീകരണം ഇനി കണ്ടോ, ഡെങ്കിപ്പനിയൊക്കെ ഏത് തരത്തിൽ വരുമെന്ന് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആശമാർ നാടിൻ്റെ നട്ടലിലാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരത് ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ ഈ മഴക്കാല പൂർവ്വകാല ശുചിത്വം എങ്ങനെ നേരിടും? ഇനി ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി സമൂഹം നേരിടാനുള്ളത്? അപ്പം എത്രയും പെട്ടെന്ന് രമ്യതയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വാശി പിടിപ്പിക്കുന്നത്? ഞങ്ങളോടാണോ ഈ അങ്ങേയറ്റത്തെ 232 രൂപ വാങ്ങുന്ന തൊഴിലാളികളോടാണോ ഈ ഭരണാധികാരികൾക്ക് വാശി? ഈ വാശി എന്തിനാ? ഞങ്ങൾക്കൊരിക്കലും ഒരു വാശിയില്ല. ഇന്നലെ ചെന്നപ്പോഴും ഞങ്ങൾ അങ്ങേയറ്റം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമെന്ന് പോലും ചോദിക്കേണ്ട ഗതി ഞങ്ങൾക്ക്, അതായത് ദുർഗതി ഞങ്ങൾക്ക് ഒരു ഭരണാധികാരിയുടെ മുൻപിലുണ്ടായി. അപ്പം ഞങ്ങളേതായാലും ഇത് വാങ്ങാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇത് വാങ്ങിച്ചിട്ടേ പോകും. അവരേത് കുതന്ത്രം വേണമെങ്കിലും മെനഞ്ഞോട്ടെ. തീർച്ചയായിട്ടും വിനോദ, ഒരു ചർച്ച എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തിൻ്റെ വാദങ്ങൾ കേട്ടുകൊണ്ട് രണ്ട് ഭാഗത്തിൻ്റെ ആവശ്യങ്ങളും തുല്യതയിലും രമ്യതയിലും കൊണ്ടുപോകുന്നതാണ് ചർച്ച എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ആവശ്യം, ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എത്ര രൂപ നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്ന് വരെ, അതായത് നീതി നിഷേധിക്കപ്പെട്ടവരാണ് അങ്ങോട്ട് പിന്നെയും കൈനീട്ടി യാചിക്കുന്നത്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഈ സമരം നിർത്തിപ്പോണം, ഇത് നിങ്ങൾ ലേലം വിളിക്കാൻ വന്നതാണ് എന്ന് പുച്ഛത്തോടു കൂടിയാണ് ഈ ആശാവർക്കർമാരോട് അവർ സർക്കാരിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ചോദിച്ചത് എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവർ അവർ അങ്ങേയറ്റം കയത്തിൽ മുങ്ങുമ്പോഴും ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി അവരെ കയ്യിൽ പിടിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുച്ഛിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ, ഈ 21,000 രൂപ ഓണറേറിയം എന്ന ആവശ്യം നിറവേറ്റാതെ ഇവിടെ നിന്നും പോകില്ല, അവർക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും അവർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. വിനോദം, അതെ, ഇനി തുടർ ദിവസങ്ങളിലും നമ്മൾ വാർത്തയിലൂടെ അവർക്ക് ശക്തമായ പിന്തുണ നൽകണം. കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവർ സഹന സമരത്തിലേക്ക്, അവർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. അത് അവരുടെ സമരം വിജയിക്കും വരെ ഒരടി പിന്നോട്ടില്ല എന്നാണ് ശക്തമായ ഭാഷയിൽ രാവിലെ പറഞ്ഞിട്ടുള്ളത്.
വാർത്ത നൽകിയായിരുന്നു ടിൻറ്റു. അതെ, മറ്റു വാർത്തകൾ കൂടി നോക്കാം. സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമായി മാറുന്നു. സഹകരണ വകുപ്പ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാനില്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. വിഷയം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന മറുപടി നൽകി സഹകരണ വകുപ്പ് ഒഴിഞ്ഞു മാറുകയാണ്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ സഹകരണ ബാങ്കുകൾ വീടടക്കം ജപ്തി ചെയ്യുന്ന നടപടി പാടില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളിൽ ഇതിനൊരു കൃത്യമായ വിശദീകരണമോ മറുപടിയോ നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്? ഫെബ്രുവരി 10 മുഖ്യമന്ത്രി നിയമസഭയിൽ സർഫാസി നിയമപ്രകാരം സഹകരണ ബാങ്കുകൾ നടപടി സ്വീകരിക്കുമ്പോൾ വീടുള്ള ഭൂമികൾ അത് ജപ്തി ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം സഹകരണ ബാങ്കുകൾക്ക് നൽകുമെന്ന് പറഞ്ഞത്. അന്ന് തന്നെ ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം ചർച്ച ചെയ്താണ്. പ്രത്യേകിച്ച് ഈ റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് പണമിടപാടുകളും പലിശയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സഹകരണ സംഘത്തിന് എങ്ങനെയാണ് സർക്കാരിന് ഈ വിധത്തിൽ ഇത്തരത്തിലൊരു പലിശയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നടപടികളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുക എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. പല സഹകരണ ബാങ്കുകളും ഇത് സംബന്ധിച്ച സംശയമൊക്കെ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അന്നത് കൂടുതൽ ചർച്ചയിലേക്ക് സർക്കാർ പോകുന്ന ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചില്ല. ഇപ്പോൾ ഇത് സംബന്ധിച്ച ഈ വിവരാവകാശ ചോദ്യത്തിനും സർക്കാർ കൃത്യമായൊരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി ഇത്തരമൊരു കാര്യം പറഞ്ഞത് അത് സഹകരണ വകുപ്പിൻ്റെ അറിവോടെയാണോ? സഹകരണ വകുപ്പ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം സഹകരണ ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഉത്തരവുകളുടെയൊക്കെ പകർപ്പ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വിവരാവകാശ മറുപടിക്കായി അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. പക്ഷേ നൽകിയ മറുപടി വളരെ രസകരമാണ്. ഒന്ന്, ഇത്തരം അപേക്ഷകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരമൊരു ഉത്തരവുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നുമായിരിക്കും സാധാരണഗതിയിൽ വിവരാവകാശ അപേക്ഷകൾ ഉണ്ടാകുന്ന മറുപടി. പക്ഷേ പകരം സുദീർഘമായ ഒരു പാരഗ്രാഫ് നിറച്ച് വിവരാവകാശ നിയമത്തിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തുകയും അത് സംബന്ധിച്ച് അവസാനം ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും വിവരാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന രീതിയിൽ ഒരു മറുപടി നൽകി ഒഴിഞ്ഞു മാറുകയാണ് സഹകരണ വകുപ്പ് ചെയ്തത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരമൊരു പ്രസംഗം നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്കും ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണമായി നമുക്കൊരു പക്ഷേ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഇത്തരമൊരു ഉത്തരവിറക്കാനോ അത്തരമൊരു നിർദ്ദേശം നൽകാനോ സഹകരണ വകുപ്പിനോ സർക്കാരിനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകാത്തത്. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടൊരു ഇത്തരമൊരു വാചകമോ അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും സഹകരണ വകുപ്പ് അതിൽ ഒളിച്ചുകളി തുടരുകയാണ്. മുഖ്യമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് സഹകരണ വകുപ്പ് പറയാൻ തയ്യാറല്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ കത്തുകളോ ഉത്തരവുകളോ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സഹകരണ വകുപ്പ് മറുപടി പറയാൻ തയ്യാറല്ല. അതോടൊപ്പം സഹകരണ വകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറാകുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിവരാവകാശ നിയമത്തിൻ്റെ ചില ഈ നൂലാമാലകളൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മറുപടി നൽകുന്നതിൽ നിന്ന് പൂർണ്ണമായും സഹകരണ വകുപ്പ് ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് പല ഈ പകർപ്പുകൾ നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകുക, ശേഖരിച്ച് നൽകുക, സുദീർഘവും സങ്കീർണവുമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, ഇതൊന്നും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളൊക്കെയാണ് ഈ ചോദ്യത്തിന് മറുപടിയായി സഹകരണ വകുപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും സഹകരണ ബാങ്കുകളുടെ വായ്പാ നടപടികളുമായി ബന്ധപ്പെട്ട് ജപ്തി നടപടിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുമെന്ന, വീടുകളുള്ള ഭൂമി ഒഴിവാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതൊരു പ്രഹസനം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഈ സഹകരണ വകുപ്പിൻ്റെ ഈ നിലപാടുകൾ തന്നെ തെളിവാണ്. കാരണം ഇത്തരമൊരു ഉത്തരവോ ഇത്തരമൊരു നിർദ്ദേശമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ സഹകരണ വകുപ്പിൽ നിന്നോ നൽകിയിട്ടുണ്ടെങ്കിൽ വിവരാവകാശ ചോദ്യത്തിൻ്റെ മറുപടിയായി ഉറപ്പായും അത് നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറാവും. കാരണം ഇത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി അത് ഞങ്ങൾ നടപ്പിലാക്കി എന്നുള്ളൊരു അവകാശവാദമൊക്കെ ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നൊരു വിഷയവുമാണ്. പക്ഷേ അതിലേക്കൊന്നും പോകാതെ ഇത്തരമൊരു ചോദ്യത്തിനെ മറുപടി നൽകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ പല വിവരാവകാശ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ഉത്തരവുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അത്തരമൊരു ഉത്തരവ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയുന്ന സാഹചര്യം തന്നെയാണ് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അപേക്ഷകൾ നൽകിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സഹകരണ വകുപ്പിന് മാത്രം അക്കാര്യത്തിൽ പുതിയ ചില കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം, ഒന്നാമത്തെ കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത് പ്രഖ്യാപനം മാത്രമായി തുടരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യവും. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉത്തരവോ നിർദ്ദേശമോ സർക്കാർ ഇനിയും നൽകാനുള്ള സാധ്യതയുമില്ല. അതെ, ശരി പ്രജിത്ത്. എന്തായാലും
മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനമാണ് ഒരു പ്രഹസനമായി മാറുന്ന കാഴ്ച നമ്മൾ ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അതായത് സഹകരണ ബാങ്കുകൾ വീടടക്കം ജപ്തി ചെയ്യരുത് എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. സഭയിൽ പ്രഖ്യാപനമായി പറയുകയും ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖകളിലൂടെ ആരാഞ്ഞപ്പോൾ അതിന് ഒരു മറുപടിയും നൽകാൻ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ്. കാരണം ഉത്തരം അത്ര രസകരമല്ല, അതുകൊണ്ടാണ് അത് ആ പരിധിയിൽ വരാത്തത്. അതെ അതെ, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിൽ തുളസിത്തറയെ അവഹേളിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ. പുണ്യമായ തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത് ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതായി കോടതി നിരീക്ഷിച്ചു. അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടി എടുക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ആനന്ദും ചേരുകയാണ്. ആദ്യം രേഷ്മ ബാബു. രേഷ്മ, നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം ഇത് കൂടുതൽ ചർച്ചയായത്, അല്ലേ? തുളസിത്തറയെ അവഹേളിക്കുന്ന തരത്തിൽ ഉള്ള പെരുമാറ്റം, അതും ഗുരുവായൂരിൽ. എന്തായാലും ഇക്കാര്യം കൃത്യമായി കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. കോടതി ഇക്കാര്യത്തിൽ നിയമ നടപടി വേണം എന്നുള്ള അഭിപ്രായം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? രേഷ്മ ബാബു. വിനോദ്, പൊതുസമൂഹത്തിന്റെ വികാരം തന്നെയാണ് ഈ സംഭവത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് അബ്ദുൽ ഹക്കീമിനെതിരെ, തുളസിത്തറയെ അപമാനിച്ച സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൽ ഹക്കീമിനെതിരെ നിയമാനുസൃത നടപടി പോലീസ് സ്വീകരിക്കണമെന്നുള്ളതാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, തുളസിത്തറ എന്നത് ഹിന്ദുമതത്തെ സംബന്ധിച്ച് പുണ്യമായിട്ടുള്ള ഇടമാണ്. അത്തരമൊരു ഇടത്ത് ഇത്തരമൊരു സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി ചെയ്ത നടപടി അത് തെറ്റാണ്, ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നാണ് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മറ്റൊരു നിരീക്ഷണം കൂടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും പോലീസ് കേസെടുക്കാതിരുന്നതിനുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു ന്യായം എന്ന് പറയുന്നത്, അവർ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന അബ്ദുൽ ഹക്കീമിന് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഹൈക്കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഈ അബ്ദുൽ ഹക്കീമിന്റെ ഹോട്ടലുള്ളത്. നാഷണൽ പാരഡൈസ് എന്ന പേരായിട്ടുള്ള ഫാമിലി റെസ്റ്റോറൻ്റ് ആണത് ആ ഹോട്ടലുള്ളത്. ആ ഹോട്ടലിന്റെ ലൈസൻസ് ഉടമ എന്ന് പറയുന്നത് അബ്ദുൽ ഹക്കീമാണ്. അത്തരമൊരു ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ ലൈസൻസ് ഉടമയായിട്ടുള്ള വ്യക്തിക്ക്, ഒരു മാനസിക പ്രശ്നമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ലൈസൻസ് കൈവശം വെച്ചുകൊണ്ട് തുടരാനാകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒന്നാമത്തെ ചോദ്യം. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം പ്രസ്തുത അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തണമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. അതായത് മാനസിക പ്രശ്നമുള്ള അബ്ദുൽ ഹക്കീം എങ്ങനെയാണ് ഈ ഹോട്ടലിന്റെ ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്നത്, അത് എങ്ങനെയാണ് തുടരുന്നത്, ഇക്കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം കൃത്യമായിട്ട് ഉണ്ടാകേണ്ടത്. മറ്റൊന്ന്, ഈ ഒരു പശ്ചാത്തലം, ഈ ഉത്തരവിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സംഭവം, അതായത് ഈ അബ്ദുൽ ഹക്കീം തുളസിത്തറയെ അപമാനിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കുകയും അത് പലരും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഷെയർ ചെയ്ത ഒരാളാണ് ശ്രീരാജ് കൈമൾ. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെയൊക്കെ തന്നെ ഈ വീഡിയോ അടക്കം ഷെയർ ചെയ്തു എന്നുള്ളതാണ് ശ്രീരാജ് കൈമളിനെതിരെ കേസെടുക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പറയുന്നത്. ഈ വിഷയത്തിൽ ശ്രീരാജ് കൈമളിനെതിരെ കേസെടുക്കുകയും അതിൽ ശ്രീരാജ് കൈമളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി അബ്ദുൽ ഹക്കീമിനെതിരെ നിശ്ചിത ഭാഷയിൽ വിമർശനവും അതോടൊപ്പം തന്നെ പോലീസ് എന്തുകൊണ്ടാണ് അബ്ദുൽ ഹക്കീമിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളൊരു ചോദ്യവും ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രീരാജ് കൈമളിന്റെ അഭിഭാഷകനായിട്ടുള്ള R കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ വാദം എന്നുള്ള രീതിയിൽ നിരത്തിയത്, ഒരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടാനാകുക? ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയാണ് അബ്ദുൽ ഹക്കീം. അതിൽ മേല് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടായില്ല. മാത്രവുമല്ല, ഈ ശ്രീരാജ് കൈമളിന്റെ സ്വന്തമായിട്ടുള്ള ഒരു അക്കൗണ്ട് ഒന്നുമല്ല, ഈ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടിലൂടെ ഒന്നുമല്ല ഈ ഒരു വിഷയം പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ളൊരു വാദഗതിയും കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്മേലാണ് ഹൈക്കോടതി ഒരു മറുപടി ഈ ഉത്തരവിൽ രേഖാമൂലം പറയുന്നത്. അതായത് മാനസിക പ്രശ്നമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടാനായത്? ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതിലടക്കം അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും, അതായത് അന്വേഷണം നടത്തുന്ന ആരാണോ, ഈ ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ അധികാര പരിധിയിലാണ് ഈ കേസുള്ളത്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അബ്ദുൽ ഹക്കീമിന് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ നേടാനായി
ഉണ്ടായി. ഇതിലടക്കം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അബ്ദുൽ ഹക്കീമിന്റെ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളടക്കം ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. അഭിഭാഷകൻ അത് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അത് കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ടുമാണ് ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിലും ഉയർന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അബ്ദുൽ ഹക്കീമിനെ പോലീസ് സംരക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് അബ്ദുൽ ഹക്കീമിനെതിരെ കേസെടുക്കാത്തത്? അന്ന് പോലീസ് നൽകിയ ഒരു മറുപടിയാണ് അബ്ദുൽ ഹക്കീമിന് മാനസിക വിഭ്രാന്തിയുണ്ട് അല്ലെങ്കിൽ മാനസിക വൈകല്യമുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം കൈവശം വെക്കാൻ സാധിക്കുന്നത്? അതുമാത്രവുമല്ല, ഈ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാതെ ആ വിഷയത്തെ ചോദ്യം ചെയ്ത അതിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം അറിയിച്ച ആളുകൾക്കെതിരെയാണ് പോലീസ് പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ കേസെടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നീക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ നിരുത്തരവാദിത്വമാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. എന്തായാലും അബ്ദുൽ ഹക്കീമിനെതിരായിട്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ആ വ്യക്തിക്കെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി നടപടി എടുക്കാത്തതിലടക്കം വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ മറ്റൊന്ന്, ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസിന് നടത്തിയേ മതിയാകൂ. അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് അബ്ദുൽ ഹക്കീം കൈപ്പറ്റിയത് അല്ലെങ്കിൽ നേടിയെടുത്തത്, ഒപ്പം തന്നെ ഈ നിലവിൽ ലൈസൻസ് ഹോൾഡറാണ്, ഹോട്ടലിന്റെ ലൈസൻസ് ഹോൾഡറാണ് അബ്ദുൽ ഹക്കീം. ഇതിലടക്കമാണ് ഇനി അന്വേഷണം വേണ്ടത്. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇനി പോലീസിനെ കടന്നേ മതിയാകൂ. ഇനി വിട്ടുവീഴ്ച മനോഭാവമോ ഒന്നും തന്നെ, മെല്ലെപ്പോക്ക് നയമോ ഒന്നും തന്നെ പോലീസിന് സ്വീകരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഹൈന്ദവ വികാരത്തെ വ്രണപ്പെട്ടു എന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീരാജ് കൈമളിനെതിരായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറഞ്ഞിരുന്നത് മതവികാരത്തെ വ്രണപ്പെട്ടു അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തി എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്ദുൽ ഹക്കീമാണ് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇത് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആനന്ദ് കൂടി ചേരുന്നു. ആനന്ദ്, ഈ ഗുരുവായൂരിൽ ഉണ്ടായ ഈ സംഭവം വലിയ പ്രതിഷേധത്തിനിടയാക്കിയതാണ്. ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഈ സംഭവത്തെ ലഘൂകരിക്കാനുള്ളൊരു ശ്രമം ആ ഘട്ടത്തിൽ ഉണ്ടായതല്ലേ ആനന്ദ്? തീർച്ചയായിട്ടും വിനോദം, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ അത്തരത്തിൽ തന്നെയായിരുന്നു തുടർന്നുള്ള നടപടികളും. എന്നാലും ഇത്തരമൊരു വിഷയം ഉണ്ടായതിനെ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഗുരുവായൂർ സാക്ഷ്യം വഹിച്ചത്. ഹൈന്ദവ സംഘടനകളും ബി.ജെ.പി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും ഈ ഒരു കാര്യത്തിൽ പരസ്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരുന്നു. സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചു. പോലീസിനെ ഈ ഒരു വിഷയത്തിൽ പ്രതിസ്ഥാനം നിർത്തിയും കൊണ്ട് തന്നെയായിരുന്നു ബി.ജെ.പിയുടെ ഒരു രംഗപ്രവേശം. പ്രത്യേകിച്ച് അത്തരത്തിൽ ഈ കളങ്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ തുളസി തറയിൽ അത്തരത്തിൽ പൂജകളും എല്ലാം നടത്തിക്കൊണ്ടും ശുദ്ധികലശങ്ങളെല്ലാം നടത്തിക്കൊണ്ടും ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇയാളുടെ ഈ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ബി.ജെ.പി പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാലും പൊതുവിൽ ഉയരുന്ന ഒരു ചോദ്യം, അന്നും ചോദിച്ചിരുന്ന അതേ ഒരു ചോദ്യം തന്നെയാണ്. അത്തരത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ പുറത്തു വരുന്ന ഇത്തരത്തിലൊരു മാനസിക വൈകല്യമുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഇത്തരത്തിൽ അയാൾ നടത്തുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥ നൽകുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കപ്പെടുമ്പോഴോ ഉയരുന്നില്ല? അല്ലെങ്കിൽ ആ സമയത്ത് എവിടെയായിരുന്നു ഇത്തരത്തിലുള്ള മറ്റ് ഈ സംവിധാനങ്ങൾ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിനെ തുറന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ബി.ജെ.പി അടക്കമുള്ള സംഘടനകളുടെ ഒരു തീരുമാനം. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കും വരെ അടുത്ത ഘട്ടത്തിലേക്ക് സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ബി.ജെ.പിയുടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം മറന്നുപോയി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ പ്രതിഷേധം ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. അതെ, എന്തായാലും ഭക്തരുടെ വികാരം വ്രണപ്പെടുന്ന തരത്തിൽ തന്നെ ആയിരുന്നു. ആ ദൃശ്യങ്ങൾ അങ്ങേയറ്റം അരോചകമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കോടതി അതിൽ പരാമർശിച്ചിരിക്കുന്നത് ഹൈന്ദവ വികാരങ്ങൾ വ്രണപ്പെട്ടു എന്ന് തന്നെയാണ്. മാത്രമല്ല തുടർ ചോദ്യങ്ങളും കോടതി ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായ നടപടി തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കേണ്ടത്. രേഷ്മ ബാബുവും ആനന്ദുമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. നിയമസർവകലാശാലയിൽ തിരക്കിട്ട് വൈസ് ചാൻസലർ നിയമന നീക്കം. ആദ്യപടിയായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ സർവകലാശാല പുറത്തിറക്കി. ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ തന്നെയാണ് നിയമസർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകിയത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, ഒരു വഴിയിലൂടെ ഗവർണറുടെ നീക്കത്തിനെതിരെ കോടതിയിൽ പോകുന്നു. അതേസമയം തന്നെ നിയമസർവകലാശാലയിൽ തിരക്കിട്ട് വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള കരുനീക്കങ്ങൾ സർക്കാർ നടത്തുകയും ചെയ്യുന്നു. പ്രജിത് മോഹൻ.
ഇപ്പോൾ സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളിലേക്ക് പോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായി താൽക്കാലിക VC-കളെയാണ് ഈ പറയുന്ന നിയമ സർവകലാശാലയിലും നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ UGC-യുടെ പുതിയ കരട് ചട്ടം വരുന്നതിന് മുൻപ് പുതിയ VC-യെ നിയമിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും അതിന് രൂപീകരിച്ചുകൊണ്ടും ആ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുമുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ ഈ സർവകലാശാല പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ നേരത്തെ കോടതിയടക്കം സമീപിച്ചവരാണ് ഇപ്പോൾ ഈ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സർവകലാശാലകളിലെ സമാനമായ രീതിയിൽ ഇപ്പോൾ മറ്റ് സർവകലാശാലകളെ പോലെയല്ല നിയമ സർവകലാശാല എന്നുള്ളതാണ്. നിയമ സർവകലാശാലയുടെ ചാൻസലർ ചീഫ് ജസ്റ്റിസ് ആണ്. ഒപ്പം നിയമ സർവകലാശാലയുടെ നിയമത്തിൽ നിലവിലുള്ള ചാൻസലറുടെ പ്രതിനിധി ഈ കമ്മിറ്റിയിലില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ഈ സാഹചര്യമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ നിയമ സർവകലാശാലകളുടെ ഒരു ഘടന, സെർച്ച് കമ്മിറ്റിയുടെ ഒരു ഘടന വരുന്നത് ഈ പറയുന്ന സർക്കാർ പ്രതിനിധി, ബാർ കൗൺസിൽ പ്രതിനിധി, UGC പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഏതായാലും സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രൂപീകരണത്തിൽ പുതിയ കരട് ചട്ടത്തിൽ സർക്കാർ പ്രതിനിധിക്ക് പകരം ചാൻസലറുടെ പ്രതിനിധിയും ഒപ്പം യൂണിവേഴ്സിറ്റി പ്രതിനിധി ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വ്യത്യസ്തത വരുന്നത്. ഈ വ്യത്യസ്തതയാണ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നതും. ഏത് വിധത്തിലും ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ UGC-യുടെ കരട് നിയമ ചട്ട ഭേദഗതികളെ എതിർക്കുക എന്നുള്ളതാണ് സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച നിയമസഭയിലടക്കം പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലെ VC നിയമനം സർക്കാരിൻ്റെ കടമ്പിടുത്തം മൂലം കോടതി കയറിയിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടി നിയമ സർവകലാശാലയിൽ സമാനമായ രീതിയിൽ പെട്ടെന്ന് VC-യെ നിയമിച്ച് ഈ പുതിയ നിയമം വരുന്നതിന് മുൻപ് തന്നെ VC-യെ നിയമിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ളവരെ അങ്ങോട്ട് എത്തിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം ഈ രീതിയിൽ തന്നെ സംസ്ഥാനത്തെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും സമാന നിലപാട് സ്വീകരിക്കാനാണ് സർക്കാർ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത്. എന്തായാലും ഈ സർക്കാരും ഗവർണറും ഒക്കെയുള്ള പോര് നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പുതിയ ഗവർണർ വന്നതിന് ശേഷം കാര്യമായി വിഷയത്തിൽ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ സർക്കാർ സമാനമായ നിലപാട് മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത്തരമൊരു പോരാട്ടത്തിനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നു. എന്തായാലും നിയമ സർവകലാശാലയിൽ പുതിയ VC-യെ നിയമിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. അതും പുതിയ UGC-യുടെ പുതിയ കരട് നിയമ ഭേദഗതി അത് വരുന്നതിന് മുൻപ് VC-യെ നിയമിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. വിനോദ്, നിയമ സർവകലാശാലയിൽ തിരക്കിട്ട വൈസ് ചാൻസലർ നിയമനത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതിനെ സംബന്ധിച്ച വിജ്ഞാപനവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിങ്ങൾ നൽകിയായിരുന്നു പ്രജിത് മോഹൻ. തിരികെ വാർത്തകളിലേക്ക്. വഖഫ് നിയമത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ക്രൈസ്തവ സഭകൾ. മത നിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ആഹ്വാനമാണ് വിവിധ ക്രൈസ്തവ സംഘടനകളും നൽകുന്നത്. വഖഫ് നിയമം നിലനിൽക്കുവോളം അതിന്റെ ഇരകൾക്ക് നീതി നൽകാൻ നിയമ സംവിധാനങ്ങൾക്കും പരിമിതിയുണ്ടെന്ന മതേതര നിലപാടിനെ ശരിവെക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് ദീപിക മുഖപ്രസംഗവും ചൂണ്ടിക്കാട്ടിയിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വഖഫ് നിയമത്തിനെതിരെ തന്നെ ക്രൈസ്തവ സംഘടനകൾ ഒന്നിക്കുകയാണ്. അതിനെതിരെ നിയമ ഭേദഗതി വരണം എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഉയരുന്നത്. ഇതിനു മുൻപും പലതവണ ദീപിക ഇത്തരം ലേഖനങ്ങൾ എഴുതുകയും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ശക്തമായ ഒരു നിലപാട് വ്യക്തമാക്കലുമായി ക്രൈസ്തവ സംഘടനകളും സഭകളും മുന്നോട്ട് പോവുകയാണ് വഖഫ് നിയമത്തിനെതിരെ. രോഹിണി, അതായത് മതനിയമത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സംഘടനകൾ. അതോടൊപ്പം തന്നെ ആ ഒരു നിലപാടിൽ തന്നെ ക്രൈസ്തവ സംഘടനകളുടെ നിലപാട് തന്നെയാണ് ദീപിക പോലെയുള്ള മുഖപത്രങ്ങളിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും അധികാരത്തിനുമേൽ ഹൈക്കോടതിക്ക് പോലും പരിമിതികളുണ്ട്. ഇത് തന്നെയാണ് ദീപിക മുഖപത്രവും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലാണെങ്കിലും വരും കാലഘട്ടത്തിലാണെങ്കിലും അനിവാര്യമായത് വഖഫ് ഭേദഗതി നിയമമാണ് ാണ് ദീപിക അടക്കമുള്ള മുഖപത്രങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്രൈസ്തവ സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് പ്രത്യക്ഷത്തിൽ പറഞ്ഞതുമാണ്. 95-ലെ വഖഫ് നിയമത്തിൽ 40-ാം വകുപ്പ് പ്രകാരമാണ് ഈ വഖഫ് അധിനിവേശം അത് കാർക്കശ്യമായിട്ട് വരുന്നത്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഭൂസ്വത്തുക്കളിന്മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രജിസ്ട്രേഷൻ ആക്ടിനെ മറികടന്നുകൊണ്ട് അത് സ്വന്തമാക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിൽ ഹൈക്കോടതിക്ക് പോലും, അതായത്
അതായത് മേൽക്കോടതികൾക്ക് പോലും കൃത്യമായിട്ടുള്ള പരിമിതികൾ ഉണ്ട്. ഇത് തന്നെയാണ് ദീപിക മുഖപത്രവും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യം ഒന്നാകെ ഈ മതനിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. അതിനു വേണ്ടിയിട്ട് വഖഫ് ഭേദഗതി നിയമം വേണമെന്നുള്ള നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ക്രൈസ്തവ സംഘടനകൾ. ഇതടക്കമുള്ള കാര്യങ്ങളിൽ, അതായത് മുനമ്പം വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ കാട്ടിയിട്ടുള്ള അലംഭാവം അത് ഏത് വിധത്തിലാണെന്നും ക്രൈസ്തവ സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറയുകയും അതായത് കൃത്യമായിട്ടുള്ള നിലപാട് മുനമ്പം വിഷയത്തിൽ സ്വീകരിക്കാനായിട്ട് UDF-ഓ LDF-ഓ തയ്യാറായിരുന്നില്ല. LDF ആണെങ്കിൽ, അതായത് സർക്കാരാണെങ്കിൽ നിലവിൽ ആ ഒരു ആ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുനമ്പം വിഷയം ഒതുക്കി തീർക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ നയം അത് മാത്രമായിരുന്നു സ്വീകരിച്ചത്. അത് പക്ഷേ ഹൈക്കോടതിയിൽ പാളിപ്പോവുകയും ചെയ്തു. ഹൈക്കോടതി അത് കമ്മീഷൻ നിയമനം റദ്ദാക്കി. കാരണം അന്ന് ഹൈക്കോടതിയും പറഞ്ഞത് മനസ്സിരുത്തിയല്ല സംസ്ഥാന സർക്കാർ അത്തരം ഒരു കമ്മീഷനെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ നിയമിച്ചത് എന്നുള്ളതായിരുന്നു. ഇത് നേരത്തെ തന്നെ മുനമ്പം സമരസമിതിയും അല്ലെങ്കിൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിരുന്നതാണ്. അതായത് നിലവിലെ ഒരു സാഹചര്യത്തെ മറികടക്കുക, അതായത് മുനമ്പം സമരസമിതി സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരാനും സാധിക്കില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് അഭിപ്രായം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് ഈ വഖഫ് ഭേദഗതി നിയമത്തെ എല്ലാവരും പിന്തുണയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം കേരള നിയമസഭയിൽ പോലും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ ഒരു സാഹചര്യം, അതിനെതിരായിട്ടുള്ള പ്രമേയം പാസാക്കിയ ഒരു പശ്ചാത്തലം, ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യക്ഷത്തിലോ പരോക്ഷമായി പോലും ഇടത് ജനപ്രതിനിധികളൊന്നും തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും മതനിയമത്തിനെതിരെ, അതായത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂസ്വത്തുക്കൾ അത് തട്ടിയെടുക്കാനുള്ള വഖഫ് അധിനിവേശത്തിനെതിരെ കൃത്യമായിട്ടുള്ള പിന്തുണ മതനിരപേക്ഷ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ദീപിക മുഖപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ക്രൈസ്തവ സംഘടനകളും അതിന്റെ പുരോഹിതന്മാരും ഒക്കെ തന്നെ പറയുന്നത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും അടുത്ത വാർത്തയിലേക്ക്. സർക്കാരിന്റെ അനാസ്ഥ കാരണം മുതലപ്പുഴി പൂർണ്ണമായും മണൽ മൂടി. 5 മീറ്ററിൽ കൂടുതൽ ആഴമുണ്ടായിരുന്ന അഴിമുഖം മണൽ മൂടി നീർച്ചാല് മാത്രമായി മാറി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് ദുരന്തം കാത്തിരിക്കുന്ന മുതലപ്പുഴയെയാണ്. 3 മാസം മുമ്പ് കടലായിരുന്ന അഴിമുഖമാണ് ഇപ്പോൾ മണൽ കൂനയായി മാറിയിട്ടുള്ളത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എല്ലാ കാലത്തും മുതലപ്പുഴയിൽ ഈ വള്ളങ്ങൾ മറിഞ്ഞുള്ള അപകടം അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്, സ്ഥിരം സംഭവങ്ങളാണ്. നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും മണൽക്കൂനകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ മണൽക്കൂനകൾ അവിടുന്ന് അല്ലെങ്കിൽ മണൽ വാരി മാറ്റണമെന്നുള്ള ആവശ്യം നിരന്തരമായ ആവശ്യമാണ്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇത് ചർച്ചയാവുന്നത്. പിന്നീട് അതേപ്പറ്റി വലിയ ചർച്ചകൾ നടക്കാറുമില്ല. പക്ഷേ അവരുടെ ഈ ആവശ്യത്തിന് നിരവധി വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്താണ് ഇപ്പോൾ മുതലപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ടിൻഡു ദാസ്? വിനോദ്, അശാസ്ത്രീയതയുടെ നാഴികക്കല്ലാണ് ഒരു പക്ഷേ മുതലപ്പുഴ എന്ന് നമുക്ക് പറയേണ്ടി വരും. 3 മാസം മുമ്പ് കടലായിരുന്ന ഇടം പൂർണ്ണമായിട്ടും മണൽക്കൂലയായി മാറിയിട്ടുണ്ട്. ഈ മണൽക്കൂല നീക്കം ചെയ്തല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവുമായിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാൻ സാധിക്കില്ല. കാലങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. കാരണം സമയബന്ധിതമായിട്ട് വടക്കൻ തീരത്ത് നിന്നും ഒഴുകി വരുന്ന മണ്ണ് തെക്കൻ തീരത്ത് അടിയും. ഈ മണ്ണ് സമയബന്ധിതമായിട്ട് കോരി മാറ്റുക, അല്ലെങ്കിൽ ഇത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുക. ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ ഈ മുതലപ്പുഴയുടെ ആഴം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ആഴം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കായലിൽ നിന്നും കടലിലേക്ക് പോകുന്ന വള്ളങ്ങൾ മണൽത്തിട്ടയിൽ ഇടിച്ച് ഈ പുലിമുട്ടുകളിലേക്ക് ഇടിച്ച് കയറി മത്സ്യത്തൊഴിലാളികളുടെ മരണം സംഭവിക്കുകയാണ്. പതിവ് തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് മുതലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 77ഓളം പേര് മുതലപ്പുഴയിൽ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുലിമുട്ടിൻ്റെ തെക്കൻ ഭാഗം ഇളക്കി അതുവഴിയാണ് ബാർജ് വഴി വിഴിഞ്ഞത്തേക്കുള്ള കല്ലുകൾ കൊണ്ടുപോയത്. അതിനുശേഷം ഈ പുലിമുട്ട് അടയ്ക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അദാനി പോർട്സിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ആരോപണമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഴിമുഖം വഴിയുള്ള ഇത്തരത്തിലുള്ള വിനിമയങ്ങൾ നടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്, വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ഈ അഴിമുഖം വഴിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ ഈ പുലിമുട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. സർക്കാരാണത് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഈ സർക്കാർ ഇത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇത് സമയബന്ധിതമായി ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യം ഏറ്റവും അവസാനമായിട്ട് 3 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രിസഭാ യോഗം, ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാവുകയുണ്ടായി. അതായത് മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ GR അനിൽ, V ശിവൻകുട്ടി, കൂടാതെ ആന്റണി രാജു തുടങ്ങിയ 4 മന്ത്രിമാർ ചേർന്നുകൊണ്ടൊരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായി. ആ ഉപസമിതിയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മുതലപ്പുഴയിൽ മണൽ അടിയാതെ സമയബന്ധിതമായ സാൻഡ് ബൈപ്പാസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സാൻഡ് ബൈപ്പാസിംഗ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് മണൽ നീക്കം ചെയ്യാനുള്ള സംവിധാനമാണ്. ആ സംവിധാനമൊക്കെ അവിടെ ഉണ്ടാക്കാമെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത സാധനമാണ്. കഴിഞ്ഞ ദിവസം 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ വള്ളം തിരിച്ചു കയറാൻ സാധിക്കും. അതായത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ നീർച്ചാലിൽ ആഴമുണ്ടായിരുന്നു, വള്ളം പോകാൻ അല്ലെങ്കിൽ ബോട്ട് പോകാനായിട്ട് ആഴമുണ്ടായിരുന്നു. തിരിച്ച് മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നപ്പോൾ ആ ഉണ്ടായിരുന്ന ഇടം കൂടി മണൽക്കൂന കൊണ്ട് മൂടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് കടലിൽ നിന്ന് കരയിലേക്ക് കയറാൻ സാധിക്കാതെ ഈ വള്ളം പുളിമുട്ടിലേക്ക് ഇടിച്ചു കയറി 50 പേരോളമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഒരു മൺസൂൺ കാലത്തിന് മുന്നേ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. ആ ദുരന്തം സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ പല ഘട്ടങ്ങളിലും ഏതാണ്ട് 175 കോടിയോളം രൂപയാണ് മുതലപ്പുഴയിലെ വികസന പ്രവർത്തനങ്ങൾക്ക്, മുതലപ്പുഴയിലെ ഈ സാൻഡ് ബൈപ്പാസിങ്, മണൽ നീക്കം, പാറ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ അല്ലെങ്കിൽ വകയിരുത്തിയത്. പക്ഷെ അത് ഈ ചെലവഴിച്ച തുക എവിടെ പോയെന്നോ, ഈ ചെലവഴിച്ചതിനുള്ള ഫലം ഈ മുതലപ്പുഴയിൽ കണ്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണൽ അടിഞ്ഞുകൂടുന്നതിനൊപ്പം തന്നെ ഈ പുലിമുട്ടിൻ്റെ പാറകളും ഈ മുതലപ്പുഴയിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ പാറയുടെ മേളിലാണ് ഈ മണൽക്കൂര രൂപപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ആഴം നിർത്തേണ്ട ഒരു അഴിമുഖം പൂർണ്ണമായിട്ടും മണൽ മൂടിക്കൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു മണൽക്കൂരയെ മാറിക്കഴിഞ്ഞു. അവിടെ ഇപ്പോൾ വീശുവല തൊഴിലാളികളും അതോടൊപ്പം തന്നെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നവർ, അതായത് നടുക്കടലിൽ ഫുട്ബോൾ കളിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിനോദ്, അതെ, അഴിമുഖത്ത് ഇത്തരത്തിൽ മണൽ നിറഞ്ഞ് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ, ജീവിതം പോലും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവർക്ക് വള്ളം ഇറക്കാൻ കഴിയുന്നില്ല. അവരുടെ ഉപജീവന മാർഗമാണ് മീൻപിടുത്തം എന്നുള്ളത്, അത് നടത്താൻ കഴിയുന്നില്ല. അവിടെ ഡ്രഡ്ജിങ് നടത്തി അവിടുത്തെ മണൽ നീക്കം ചെയ്യണമെന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യമാണ്. പക്ഷേ അതിപ്പോഴും സാധിക്കാതെ വരുന്നു. ഓരോ ദിവസം കഴിയും തോറും അവിടെ മണൽപ്പുറ്റുകൾ അല്ലെങ്കിൽ മണൽക്കൂനകൾ ഉയർന്നു വരുന്നു. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയാണ് എന്ന് പറയുന്നു. ടിൻഡുദാസിൻ്റെ സംസാരത്തെപ്പറ്റി ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുള്ളത്, പ്രസാദ് നെന്മാറ പറയുന്നത് അയൽക്കൂട്ടം നേതാവ് രാധാമണി ചേച്ചിയുടെ അതേ സംസാര ശൈലിയാണ് ടിൻഡുവിന് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാരുടെയൊക്കെ സംസാര ശൈലിയൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത്, അല്ലേ? നമുക്കിനി വഖഫുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് തുടർന്നും പോകേണ്ടത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി കർണാടക സർക്കാർ. എതിർപ്പുമായി BJP. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് മുസ്ലിം പ്രീണനം തുടരുന്നതായി പ്രതിപക്ഷം വിമർശിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് കർണാടക സർക്കാർ. കൃത്യമായ വിയോജിപ്പ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രീണന സ്വഭാവം അല്ലെങ്കിൽ പ്രീണന നയം തന്നെയാണ് കർണാടക സർക്കാർ തുടരുന്നു എന്നതിനുള്ള ഒടുവിലത്തെ ഉദാഹരണം കൂടിയാകുകയാണിത്. രോഹിണി, ഈ ബജറ്റ് സമ്മേളനത്തിൽ, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക നിയമസഭയിൽ കോൺഗ്രസിന്റെ സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലവിലൊരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് BJP രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം പ്രീണന നയം കർണാടകയിൽ കോൺഗ്രസ് തുടരുന്നുവെന്നാണ് BJP ആരോപിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ സിദ്ധരാമയ്യ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിനകത്ത് വഖഫ് ഭൂമികൾ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ മുസ്ലിം ശ്മശാനങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾക്കുമായി 150 കോടി രൂപ നീക്കിവെച്ചത് തന്നെ വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, അടുത്തിടെയാണ് ഈ കർണാടകയിലെ കോൺട്രാക്ടർ ടെൻഡറുകൾ, അതായത് കോൺട്രാക്ട് ടെൻഡറുകൾ, ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരാഴ്ച മുമ്പാണ്. അതിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ ഈ സർക്കാർ അവതരിപ്പിച്ച മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അവതരിപ്പിച്ച ബജറ്റിനകത്തും ഈ മുസ്ലിങ്ങൾക്ക് മാത്രമായി നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ ഈ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ എന്ന പേരിൽ 150 കോടി രൂപ. അതോടൊപ്പം തന്നെ
മുസ്ലിം ആധിപത്യ മേഖലകളിൽ IIT ഉൾപ്പെടെയുള്ള കോളേജുകൾ സ്ഥാപിക്കും എന്ന പ്രഖ്യാപനം ബജറ്റിനകത്ത് ഉണ്ടായിരുന്നു. മുസ്ലിം സാംസ്കാരിക പരിപാടികൾക്കായി 50 കോടി രൂപ, അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ബജറ്റിനകത്ത് വന്നപ്പോൾ തന്നെ അത് വലിയ വിവാദമായി. ഇതുകൂടാതെയാണ് ഒരാഴ്ച മുമ്പ് ഈ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിം കോൺട്രാക്ടർമാർക്ക് 4% സംവരണം എന്നൊരു നീക്കം കർണാടക സർക്കാർ നടത്തിയത്. അത് കഴിഞ്ഞിപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആവശ്യമായി ഉയരുന്ന ഈ വഖഫിന്റെ ഭൂമി കുംഭകോണം തടയാൻ ഒരു നിയമം കേന്ദ്രത്തിൽ തന്നെ വേണമെന്ന വികാരം, മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദക്ഷിണ ഇന്ത്യയിൽ നമുക്ക് കാണാം. കർണാടകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വഖഫ് നടത്തിയിട്ടുള്ള അധിനിവേശമുണ്ട്. അതിനാൽ ഈ ബില്ല് വളരെ വേഗത്തിൽ തന്നെ പാസ്സാക്കേണ്ടത് രാജ്യത്തെ സംബന്ധിച്ച് അനിവാര്യമാണെന്ന വികാരം പൊതുവെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസിന്റെ സർക്കാർ ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഈ ബില്ലിനെ ആദ്യഘട്ടത്തിൽ തന്നെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി. ശരി ഗൗതം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ് കർണാടക സർക്കാർ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. മുസ്ലിം പ്രീണനമെന്ന് BJP ആരോപിക്കുന്നു. BJP ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇതിനെതിരെ തുടരുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്തെ ഒരു വാർത്തയിലേക്ക്. മലപ്പുറത്ത് വീണ്ടും പുലിയെ കണ്ട ഒരു വാർത്തയുണ്ട്. മലപ്പുറം മമ്പാട് വീണ്ടും പുലിയെ കണ്ടു. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട നടുവക്കാട് ഇളമ്പുഴയിലാണ് പുലിയുടെ സാന്നിധ്യം നിരീക്ഷിക്കപ്പെട്ടത്. പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം മമ്പാട്ട് പുലിയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നു, പുലിക്കൂട് ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്നലെ രാത്രിയിലാണ് മലപ്പുറം മമ്പാട് പുലിയെ കണ്ടത്. അതായത് പുലി ജനവാസ മേഖലയിലൂടെ പോകുന്നതായിട്ടാണ് ജനങ്ങൾ കണ്ടത്. ഒരു കുടുംബവും അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് പുലിയെ കണ്ടത്. ഈ ഭാഗത്ത് ഒരു കാടുണ്ട്. ആ കാടിനുള്ളിലേക്ക് ഓടി മറയുകയായിരുന്നു പുലി. ഇതിനു മുൻപും ഈ പ്രദേശത്ത് പുലിയെ കണ്ടിരുന്നു. നടുവക്കാട് എന്ന സ്ഥലത്താണ് പുലിയെ കണ്ടത്. നടുവക്കാട് ഇളമ്പുഴയിലാണ് പുലിയെ കണ്ടത്. ഏകദേശം 10 ദിവസം മുൻപ് ഇവിടെ പുലി ഒരു ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു. അയാൾക്ക് പുലിയുടെ നഖം കൊണ്ട് പരിക്കുണ്ടായിരുന്നു. സാരമായ പരിക്കായിരുന്നില്ല. കാരണം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് പുലി അത്തരത്തിൽ ആക്രമിച്ചത്. അയാൾ ആ സമയത്ത് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പുലിയുടെ ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ് ഈ നടുവക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ 4 ദിവസം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചത്. പക്ഷേ ഈ കൂട്ടിൽ പുലി ഇതുവരെ കുടുങ്ങിയിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ അടക്കം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ഭീതിയോടെ കഴിയുകയാണ് ഇവിടെ ഇപ്പോഴും. വിനോദ്. അതെ, മലപ്പുറം മമ്പാട് ഭാഗത്താണ് പുലിയെ കണ്ടത്. ഇവിടെ പുലിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ വളരെ ഭീതിയിലും ആശങ്കയിലുമൊക്കെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം. പാതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉന്നതരുടെ ജാമ്യാപേക്ഷകളിൽ മെഡിക്കൽ ടൂറിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കോടതി ഇന്നലെ പരാമർശിച്ചിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരുന്നു, മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജയിലിനുള്ളിൽ വച്ച് ചികിത്സ നൽകണം എന്നുള്ള പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് കടക്കാനായിരിക്കും സാധ്യത? രോഹിണി, ഹർജിയിൽ, അതായത് K ആനന്ദകുമാറിന്റെ ഈ ഒരു ജാമ്യാപേക്ഷയിൽ ഹർജിയിൽ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വാദം കേൾക്കാമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ഇന്നലെ ഈ ഒരു വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് ഹർജി ഇന്നത്തേക്ക് മാറ്റിയത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ചികിത്സ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഏർപ്പാട് ജയിലിൽ തന്നെ നൽകാമെന്നുള്ളതാണ്. നിലവിൽ ഈ കേരളത്തിൽ നടക്കുന്നത് ഉന്നതരുടെ ജാമ്യാപേക്ഷകളിലൊക്കെ തന്നെ മെഡിക്കൽ ടൂറിസമാണ്. അതായത് ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് ഉയർത്തിക്കാട്ടുക സാധാരണ രീതിയിൽ ഉന്നതരുടെ ജാമ്യാപേക്ഷകളിൽ പ്രത്യേകിച്ചും ഉയർത്തിക്കാട്ടുന്നത് അവർക്ക് ചികിത്സ വേണം, ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് വാദമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്ന രീതി താൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു വാക്കാൽ പരാമർശവും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നത്തിന്റെ
പേരിൽ ജാമ്യം അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു പരാമർശം കഴിഞ്ഞ ദിവസം തന്നെ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വിശദമായിട്ട് തന്നെ ഇന്ന് വാദം കേൾക്കും. പ്രോസിക്യൂഷന്റെ മറുപടി വാദം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടക്കുക. എന്തായാലും ഈ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ജാമ്യാപേക്ഷകളെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനം അത് ഏറെ പ്രസക്തമാണ്. കാരണം പല ഉന്നതരും ജാമ്യാപേക്ഷ നൽകുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് ചികിത്സ അനിവാര്യമാണ് എന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുകയും ഇനി അതിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രികളെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ മെറിറ്റ് ഉണ്ടോ എന്നായിരിക്കും ഹൈക്കോടതി പ്രധാനമായിട്ടും പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും ജാമ്യം നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകുക. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആനന്ദകുമാറിന് ജാമ്യം നൽകരുത്, കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ തട്ടിപ്പിൽ ആനന്ദകുമാറിന് ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച മറുവാദം. ഇതടക്കം ഹൈക്കോടതി പരിശോധിക്കും. ഒപ്പം തന്നെ ഏത് വിധത്തിലുള്ള ഈ ചികിത്സ, അതായത് ചികിത്സ വേണം, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വാദം എന്നുള്ള രീതിയിൽ ആനന്ദകുമാർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ജയിലിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നിലവിലുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും മെറിറ്റിന്മേലുള്ള ഹർജിയിലെ മെറിറ്റിന്മേലുള്ള വാദത്തിലേക്ക് ഹൈക്കോടതി കടക്കുക. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. അന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നതും. പ്രധാനമായിട്ടും ഈ തട്ടിപ്പിൽ അനന്തു കൃഷ്ണനൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും കോടിക്കണക്കിന് രൂപ ആനന്ദകുമാർ കൈപ്പറ്റി എന്നുള്ളതാണ് പ്രോസിക്യൂഷനേതായിട്ടുള്ള കേസ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ അറസ്റ്റിലേക്കും പോലീസ് ക്രൈംബ്രാഞ്ച് കടക്കുകയായിരുന്നു. എന്തായാലും ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് ഏത് വിധത്തിലാണ് ജാമ്യത്തിന് അർഹതയുള്ളത് എന്നതടക്കമുള്ള വസ്തുതകളായിരിക്കും പരിഗണിക്കുക. രോഹിണി. തീർച്ചയായും രേഷ്മ ബാബു ആണ് ഈ വിവരങ്ങൾ നൽകിയത്. നമ്മൾ കണ്ടതാണ് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇപ്പോൾ ആനന്ദകുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഈ IOCയിലെ ഒരു ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നത് കൈയോടെ പിടികൂടി. പക്ഷേ ദേഹാസ്വസ്ഥ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യം. അപ്പോൾ നിരവധി കേസുകൾ, നിരവധി പ്രമുഖർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ദേഹാസ്വസ്ഥ്യം വരുന്നു. അവരെ പെട്ടെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ പിന്നെ അഡ്മിറ്റ് ചെയ്യാത്ത തരമില്ല. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് കോടതിയുടെ ഈ പരാമർശം എന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ. കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസർ റിമാൻഡിൽ. താമരശ്ശേരി കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. പ്രതിക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതി കൃത്യമായി ആസൂത്രണം ചെയ്ത് സ്വബോധത്തോടെയാണ് കൃത്യം നടത്തിയതെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് പ്രതിയെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അയാൾക്കായി കസ്റ്റഡി അപേക്ഷ ഉടനെ തന്നെ കൊടുക്കുമെന്നൊരു കാര്യമാണ് അന്വേഷണ സംഘം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഈ സംഭവ സ്ഥലത്ത് എത്തി തെളിവെടുപ്പേണ്ടിയിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇദ്ദേഹം ഈ വ്യക്തി പ്രതി കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ അക്രമം നടത്തിയത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം നേരത്തെ വൈകുന്നേരം 4 മണിയോടുകൂടി ആദ്യം വീട്ടിലെത്തുന്നു. പിന്നീട് വൈകിട്ട് 6 മണിക്ക് വരാമെന്ന് പറഞ്ഞ് പോയി തിരിച്ചു വരുന്ന സമയത്ത് കാറിൽ 2 കത്തി ഉൾപ്പെടെയുള്ളവ കരുതിയിട്ടാണ് വരുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെയായിരുന്നു ഇയാൾ ആക്രമണം നടത്തുന്നത്. തടയാൻ വന്ന അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് അയാൾ ലഹരിക്ക് അടിമയായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അതായത് ഈ ഷിബിലയും പ്രതിയും തമ്മിലുള്ള യാസറും തമ്മിലുള്ള പ്രശ്നത്തിന് തുടക്കം ഈ യാസർ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കൃത്യം നടത്താൻ വരുന്ന സമയത്ത് ഇയാൾ ലഹരിയിലായിരുന്നില്ല, അല്ലെങ്കിൽ MDMA മറ്റ് ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ പ്രാഥമികമായി ഇത്തരത്തിലുള്ള വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് ഇയാൾ ആ സമയത്ത് ലഹരിക്ക് അടിമയായിരുന്നില്ല എന്ന് പറയുന്നു. അതിനർത്ഥം
ഇയാൾ കൃത്യമായ ആസൂത്രണത്തോടെ വന്ന് സ്വബോധത്തോടെ തന്നെയാണ് ആക്രമിച്ചത്. 3 പേരെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇയാൾക്കെതിരെ ഇയാൾ നിരന്തരമായി ഉപദ്രവിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ താമരശ്ശേരി പോലീസിൽ പെൺകുട്ടി പരാതി നൽകിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വൈരാഗ്യം മൂലമായിരിക്കാം ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിശദമായ മൊഴിവെടുപ്പും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അതിനായി വരുന്ന ദിവസം തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനായുള്ള അപേക്ഷയും ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് കൊടുക്കും. ശരി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പര ധാരണയിലൂടെ പരിഹരിക്കാനാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ച പ്രതീക്ഷ നൽകുന്നുവെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ ശരിയായ പാതയിലാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഐസൻ ജോസ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, തീർച്ചയായും ഈ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ചുള്ള ചർച്ചകൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് എന്നതിന് കൃത്യമായൊരു തെളിവ് തന്നെയായി നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ട്രംപ് ഇക്കാര്യത്തിൽ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. 1.5 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടന്നത്. അതിനുശേഷമാണ് വീണ്ടും ഈ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെയോടെ വോളോഡിമിർ സെലൻസ്കിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തത്. വോളോഡിമിർ സെലൻസ്കിയും ഈ വിഷയത്തിൽ അനുകൂല നിലപാടാണ്, അതായത് വെടിനിർത്തലിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായൊരു പശ്ചാത്തലം നേരത്തെ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് അത് കുറെ കൂടി ലളിതമായ ഒന്ന്, അല്ലെങ്കിൽ കുറെ കൂടി അയഞ്ഞ മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിരിമുറുക്കം, സംഘർഷം ഒഴിവായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, വോളോഡിമിർ സെലൻസ്കിയുമായും അതുപോലെ പുടിനുമായും ചർച്ചകൾ നടത്തിയതിന് ശേഷം ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊതുധാരണയിലേക്ക് നീങ്ങാനുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ട്രൂത്തിലെ കുറിപ്പിൽ തന്നെ വളരെ കൃത്യമായി അത് പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് മുന്നോടിയായി ആക്രമിക്കുന്നത്, അതായത് വൈദ്യുത നിലയങ്ങളെല്ലാം തന്നെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഒരു പോസിറ്റീവ് സൈനായി കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് സെലൻസ്കിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് ഭാഗമായി കണക്കാക്കുകയാണെങ്കിൽ വീണ്ടും വെടിനിർത്തലിലേക്ക് ചർച്ചകൾ നീങ്ങാനും ഇത് പരസ്പരം പറഞ്ഞ് പരിഹരിക്കാനുമുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നതെന്നും ട്രംപ് കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം പറയുന്നത്, മൈക്കിൾ വാട്സ് പ്രതിരോധ ഉപദേഷ്ടാവും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചകൾ തുടരാനും അത്തരത്തിൽ ആ വിവരങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാനുമുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ഒരു പക്ഷേ തുടർ നീക്കങ്ങളിലൂടെ ഒരു പരിധിവരെ റഷ്യയെ കുറെ കൂടി സാന്ത്വനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ സൈനിക സഹായം നൽകുന്നത് സംബന്ധിച്ചൊരു ധാരണയിലുകൂടി എത്താൻ സാധിക്കുകയാണെങ്കിൽ തീർത്തും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധം വൈകാതെ തന്നെ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് നീങ്ങുമെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. രോഹിണി, തീർച്ചയായും മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് നമുക്ക് വന്നാൽ, യമനിലെ ഹൂതി ഭീകരരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ഭീകരർക്കായി ആയുധങ്ങൾ വിതരണം ചെയ്ത് പിന്തുണയേകുന്ന ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഐസൻ ജോസ്, അപ്പോൾ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുക മാത്രമല്ല, ഇവിടെ ഹൂതി ഭീകരർക്ക് ഇറാൻ പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ അവർ ആയുധങ്ങൾ നൽകുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകുമല്ലോ ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഐസൻ, തീർച്ചയായും ഇറാൻ്റെ പിന്തുണയോടെ തന്നെയാണ് വിനോദ് ഈ ഹൂതി ഭീകര സംഘടന കൃത്യമായ പ്രവർത്തനം നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, യമനിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അത് വ്യവസ്ഥാപിത സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഈ ഹൂതികളെ ഭീകരരായി പ്രഖ്യാപിക്കുമെന്ന നിലപാട് നേരത്തെ ട്രംപ് അധികാരമേറ്റ സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുകയും അത്തരത്തിലുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തിയ വേളയിൽ ഇക്കാര്യം വളരെ പരസ്യമായി തന്നെ ട്രംപ് പറയുകയും ചെയ്തു. തുടർന്നാണ് ഭീകരരായി പ്രഖ്യാപിക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെ നടന്നത്. മറ്റൊരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ച, അല്ലെങ്കിൽ അതിനോട് അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിച്ച ഹമാസിനെതിരെ നടപടി സ്വീകരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഹൂതികളുടെ ആക്രമണം വീണ്ടും ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായൊരാക്രമണം അമേരിക്ക ഹൂതി ഭീകരർക്ക് നേരെ നടത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ആ ഒരു
പശ്ചാത്തലത്തിൽ നിന്ന് ചെങ്കടലിനെ വീണ്ടും ഈ ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ നിന്നും മാറ്റുക എന്ന കൃത്യമായൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഹമാസിനെതിരായ നടപടികളെ ശക്തമായി പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഈ ഹൂതി വിമതരെ നിയന്ത്രിച്ച് നിർത്തുക എന്നൊരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. രണ്ട് വിഷയങ്ങളാണ്. അതായത് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന കടുത്ത നടപടികൾ, ഭീകരർക്കെതിരെ നടത്തുന്ന കടുത്ത നടപടികളെ നടപടികൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ വീണ്ടും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നീക്കം ഹൂതി ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന ലക്ഷ്യവും വളരെ കൃത്യമായി അമേരിക്കയ്ക്കുണ്ട്. അതുതന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ഭീകരരെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം ഇറാൻ ഇവർക്ക് ആയുധങ്ങൾ നൽകുന്നത് സംബന്ധിച്ചാണ്. ആയുധങ്ങൾ നൽകുന്നത് നിയന്ത്രിക്കാനാകുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും നേരത്തെ നൽകിയിരുന്ന ആയുധങ്ങളുടെ അപേക്ഷിച്ച് കുറവാണ് ആയുധങ്ങൾ നൽകുന്നതെങ്കിലും ഇപ്പോഴും നൽകുന്ന ആയുധങ്ങൾ വലിയ തോതിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൻതോതിൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് ഹൂതി ഭീകരരെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷേ ഇറാനെതിരായ നടപടികൾ കുറെ കൂടി കടുക്കുകയും സ്വാഭാവികമായും ഇറാൻ്റെ ഈ പ്രോക്സി യുദ്ധം ഈ പശ്ചിമേഷ്യയിൽ നിയന്ത്രിക്കപ്പെടുകയും ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്ലാമിക് ഗാർഡ്സ് റവല്യൂഷണറി ഫോഴ്സും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഹൂതി ഭീകരരുമെല്ലാം തന്നെ ഒരേ സമയം പ്രതിരോധത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമെന്ന ആ ഒരു സ്ട്രാറ്റജിക് മൂവ് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്ക് ഒരു പിന്തുണയും അതേസമയം ഹൂതി ഭീകരർ ചെങ്കടലിൽ നടത്തുന്ന വെല്ലുവിളികൾക്ക് അല്ലെങ്കിൽ ഈ ഭീഷണിക്ക്, വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ഭീഷണിക്ക് മറ്റൊരു പ്രതിരോധവുമാണ് അമേരിക്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂതി ഭീകരരെ തുടച്ചു നീക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അവർക്ക് ആയുധങ്ങൾ നൽകുന്ന ഇറാന് വലിയ മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്. മറ്റു വാർത്തകൾ നോക്കാം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകാത്തത് കുറ്റപത്രം വൈകിച്ചേക്കും. ക്രമക്കേടുകൾ നടന്ന കാലയളവിലെ CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരിൽ കെ രാധാകൃഷ്ണനെ മാത്രമാണ് ഇനി ED ചോദ്യം ചെയ്യാനുള്ളത്. കരുവന്നൂർ കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും വീണ്ടും സാവകാശം തേടിയിരിക്കുകയാണ് മുൻ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ MP. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, EDയുടെ നോട്ടീസിന് മറുപടി നൽകുന്നില്ല, ഹാജരാകുന്നില്ല. ഈ ഒരു നീക്കം കുറ്റപത്രമടക്കം വൈകുന്നതിന് കാരണമാകുന്നതായാണ് വിലയിരുത്തുന്നത്. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? രോഹിണി, കെ രാധാകൃഷ്ണൻ എംപിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് 2 സമൻസുകളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നത്. ഈ വിഷയത്തിൽ നിലവിൽ കെ രാധാകൃഷ്ണൻ MP സ്വീകരിച്ചിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസും അതോടൊപ്പം തന്നെ പാർലമെന്റ് സമ്മേളനവും കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 7 അതിനുശേഷമായിരിക്കും താൻ ഹാജരാകുക എന്നാണ് ED അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അന്തിമഘട്ടത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുവാനായിട്ടുള്ള നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ട കുറ്റപത്രമാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുവാനായിട്ടുള്ളത്. മാർച്ച് അവസാനം തന്നെ, ഈ മാസം അവസാനം തന്നെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിട്ടുള്ള ഒരു നടപടിയിലേക്കായിരുന്നു ED കടന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാനുള്ള സമൻസുകൾ നൽകിയത്. പക്ഷേ കെ രാധാകൃഷ്ണൻ MP ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു വൈകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളിൽ മേലും ഒരു വൈകൽ ഉണ്ടാകും. ഒപ്പം തന്നെ അത് പൂർത്തിയാക്കാനും കൂടുതൽ കാലതാമസം ഉണ്ടാകും. ഇനി കൂടുതൽ ഇളവുകൾ നൽകാനാകില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ കൂടി അനുകൂല സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ രാധാകൃഷ്ണൻ MP ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ ഒരു സമയം വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറ്റപത്രം നൽകുന്നതിലടക്കം EDക്ക് കാലതാമസം ഉണ്ടാക്കേണ്ടി വരും. പ്രധാനമായിട്ടും 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ആരൊക്കെയാണോ CPMന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നത് അവരെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടും വിവരങ്ങൾ ശേഖരിച്ചും കൊണ്ടും തന്നെയാണ് 2ാം ഘട്ട കുറ്റപത്രം ED തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കരടടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള AC മൊയ്തീൻ, MM വർഗീസ് ഇവരെ അടക്കം നേരിട്ട് വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ, സ്വത്ത് വിവരങ്ങൾ ഇതടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരമുള്ള
നേരിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് കെ രാധാകൃഷ്ണൻ എംപിക്ക് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഹാജരാകുന്നതിൽ ഇളവ് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സ്വത്തുക്കൾ കൈമാറുന്നത് അല്ലെങ്കിൽ ഈ സ്വത്തുക്കളുടെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ അക്കൗണ്ട് വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളും രേഖാമൂലം ED ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൈമാറിയില്ലെങ്കിൽ ഇനിയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ നടപടി എന്ന് പറയുന്നത് EDക്ക് നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഏതൊക്കെ രേഖകളാണോ ശേഖരിച്ചിട്ടുള്ളത് അതിന്റെ വിവരശേഖരണം, അത് ക്രോഡീകരിക്കൽ, ഇതടക്കമുള്ള ഘട്ടങ്ങളിലേക്കായിരിക്കും ഇനി ED കടക്കുക. എന്തായാലും CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു കേസ് കൂടിയാണ് കരുവന്നൂർ. ഒപ്പം തന്നെ CPM-ന്റെ സ്വത്തുവകൾ കൂടി കണ്ടുകെട്ടിയിരുന്നു. ഈ കള്ളപ്പണ ഇടപാടിൽ CPM-ന് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപട്ടികയിൽ, ഈ രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ CPM-നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. ഒപ്പം തന്നെ രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ആളുകളെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏപ്രിൽ 7-ന് ശേഷം താൻ നേരിട്ട് ഹാജരാകാമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കെ രാധാകൃഷ്ണൻ ED അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ഇളവുകൾ നൽകിക്കഴിഞ്ഞാൽ അത് കുറ്റപത്രം സമർപ്പിക്കുന്നതിലടക്കം കാലതാമസം ഉണ്ടാക്കുമെന്നുള്ളതാണ് ED അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ അന്തിമ കുറ്റപത്രം അല്ലെങ്കിൽ രണ്ടാം ഘട്ട കുറ്റപത്രം മാർച്ച് അവസാനത്തോടെ നൽകാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ നേരത്തെ EDക്കുണ്ടായിരുന്നു. പക്ഷേ കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ വൈകുകയാണെങ്കിൽ കാലതാമസം ഇനിയും ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. രോഹിണി. ശരി രേഷ്മ, കരുവന്നൂർ കള്ളപ്പണ കേസിൽ EDയുടെ ചോദ്യം ചെയ്യലിന് വീണ്ടും സാവകാശം കെ രാധാകൃഷ്ണൻ MP തേടുമ്പോൾ അതനുസരിച്ച് കുറ്റപത്രം വൈകിയേക്കും എന്നുള്ള ഒരു ആശങ്കയുമുണ്ട്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മണോളിക്കാവിലെ CPM പോലീസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് SIമാരെ സ്ഥലം മാറ്റിയതിൽ അതൃപ്തി. യാത്രയപ്പ് ചടങ്ങിലാണ് ഉദ്യോഗസ്ഥർ അതൃപ്തി പരസ്യമാക്കിയത്. ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടത്തിൽ കരുത്ത് കാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്ന മൊമെൻറ്റോയിൽ വാചകമുണ്ട്. പോലീസിനെ ആക്രമിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിലായിരുന്നു ഈ സ്ഥലം മാറ്റം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? അവിടെ CPM-വുമായി സംഘർഷമുണ്ടാകുന്നു, അവസാനം CPM-കാരുടെ മർദ്ദനവും പോലീസിനൊക്കെ ഏൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ സ്ഥലം മാറ്റം വന്നത് പോലീസിനാണ്. SIമാരെ സ്ഥലം മാറ്റുന്നു. അവരുടെ യാത്രയപ്പ് ചടങ്ങിലാണ് അവർ ആ മൊമെൻറ്റോയിൽ അവരുടെ എല്ലാ എതിർപ്പുകളും അതിൽ അവർ വ്യക്തമാക്കുന്നു. ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടത്തിൽ കരുത്ത് കാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്ന് ആലേഖനം ചെയ്ത മൊമെൻറ്റോ ആണ് അവിടെ അവർ സമ്മാനിച്ചത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, കണ്ണൂർ മണോളിക്കാവിൽ CPM-കാർ പോലീസിനെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പോലീസുകാർ CPM-കാരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ CPM-കാർക്കെതിരെ കേസെടുത്തതിന് തൊട്ട് പിന്നാലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ 2 SIമാരെ സ്ഥലം മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവിടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെയാണ് ഈ യാത്രയപ്പ് ചടങ്ങ് നടന്നത്. ഈ യാത്രയപ്പ് ചടങ്ങിലാണ് തങ്ങളെ സ്ഥലം മാറ്റിയതിലുള്ള അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ പ്രതികാര നടപടിയൊന്നോണം സ്ഥലം മാറ്റിയതിനെതിരെ പോലീസിനുള്ളിൽ തന്നെ ഒരു എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു അമർഷമുണ്ട് എന്നുള്ളത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ യാത്രയപ്പ് നൽകിയ SIമാർക്ക് നൽകിയ മൊമെന്റോയിൽ തന്നെയാണ് ഇത്തരമൊരു വാചകങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ എതിർപ്പ് അവർ പരസ്യമാക്കിയിരിക്കുന്നത്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തു കാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഈ സ്ഥലം മാറി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊമെന്റോയിലെ വാചകങ്ങൾ. സ്ഥലമാറ്റം ലഭിച്ച SIമാരായ ദീപ്തിക്കും അഖിലിനും മൊമെന്റോ നൽകിയത് തലശ്ശേരി SHO ആയ ബിജു ആണ്. പോലീസിനെ ആക്രമിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 2 SIമാരെ സ്ഥലം മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവിടുകയും ചെയ്തത്. ഏതായാലും പോലീസുകാരുടെ ഒരു മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നുള്ളൊരു പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസുകാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു അമർഷം. ഏതായാലും CPM-കാർ ഈ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് CPM-കാരെ പോലീസ് പിടിക്കുന്ന സമയത്ത് തന്നെ ഒരു വെല്ലുവിളി CPM-കാർ നടത്തിയത് ഈ കാവിനുള്ളിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാർ പോലും കാണില്ല എന്നൊരു ഭീഷണിയാണ് CPM-കാർ മുഴക്കിയത്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പോലീസുകാരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്തത്. ഏതായാലും പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ അമർഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ ഈ യാത്രയപ്പ് ചടങ്ങിലെ മൊമെന്റോയിലെ വാചകമടക്കം സൂചിപ്പിക്കുന്നത്. വിനോദ്, തീർച്ചയായും പോലീസുകാർ CPM-കാരെ അറസ്റ്റ് ചെയ്ത SIമാരെ അടക്കമാണ് സ്ഥലം മാറ്റിയത്. അവർ ആ യാത്രയപ്പ് ചടങ്ങിൽ അവരുടെ അമർഷം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ജില്ല, അതായത് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഈ സംഭവം എന്നുള്ളതാണ്
വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. മലപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഇടിച്ച് അസം സ്വദേശി അസദുൽ ഇസ്ലാം മരിച്ച സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. അസം സ്വദേശി ഗുൽജാർ ഹുസൈൻ എന്നയാളെ കൊണ്ടോട്ടി പോലീസ് പിടികൂടി. കിഴിഞ്ചേരി മഞ്ചേരി റൂട്ടിലായിരുന്നു അപകടം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്തായിരുന്നു സംഭവം? രോഹിണി, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു വാഹനാപകടം ഉണ്ടായത്. അത് ഗുഡ്സ് ഓട്ടോ ഇടിച്ച് അസം സ്വദേശിയായ അസദുൽ ഇസ്ലാം മരിക്കുകയാണ് ഉണ്ടായത്. അതായത് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സംഭവം കൊലപാതകമെന്ന നിഗമനത്തിൽ ആയിരുന്നു പോലീസ്. കാരണം CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചപ്പോൾ ഇതൊരു കൊലപാതക സാധ്യത പോലീസ് തള്ളിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ദൃക്സാക്ഷികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഗുഡ്സ് ഓട്ടോ ഇടിച്ച സമയത്ത് തന്നെ വീണ് കിടക്കുന്ന അസദുൽ ഇസ്ലാമിന്റെ ശരീരത്തിലൂടെ വീണ്ടും ഈ ഗുഡ്സ് ഓട്ടോ കയറി ഇറക്കി എന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതക സാധ്യത തുടക്കത്തിൽ തന്നെ പോലീസ് തള്ളിയിരുന്നില്ല. പിന്നീട് ഈ സംഭവത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് ഗുൽജാർ എന്നൊരു വ്യക്തി, അസം സ്വദേശിയായ ഗുൽജാർ എന്ന വ്യക്തിയെ, ഗുൽജാർ ഹുസൈനെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവം കൊലപാതകം ആണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ചോദ്യം ചെയ്യലിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇപ്പോഴും കൊണ്ടോട്ടി പോലീസ് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. രോഹിണി, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വാഹന അപകട മരണങ്ങളൊക്കെ അത് കൊലപാതകം കൂടിയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. സാധാരണ ഒരു വാഹനാപകടത്തിലുള്ള മരണമല്ല, കൊലപാതക ഉദ്ദേശത്തോടു കൂടി തന്നെ വാഹനം ഇടിപ്പിക്കുന്ന സാഹചര്യം. അത് സിനിമയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ അത് നടപ്പാകുന്നു. ഇപ്പോൾ ആ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാർത്തകൾ നൽകുകയായിരുന്നു ശിവദാസ്. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കോഴിക്കോട് മാറാട് കയ്യടിത്തോട് കാലഭൈരവൻ ക്ഷേത്രത്തിൽ വേട്ടയ്ക്കൊരു മകൻ തിറയാട്ടം. അപൂർവം കാവുകളിൽ മാത്രം അരങ്ങേറുന്ന വേട്ടയ്ക്കൊരു മകൻ തിറയാട്ടം കാണാൻ അന്യദേശങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് എത്തിയത്. താളത്തിൽ കൊട്ടിക്കയറുന്ന അസുരതാളം, ഒപ്പം തുടിയുടെ താളവും ഉച്ചസ്ഥായിലെത്തിയപ്പോൾ ക്ഷേത്ര തിരുമുറ്റത്ത് വേട്ടയ്ക്കൊരു മകന്റെ തോറ്റമുറഞ്ഞാടി. ഓലച്ചൂടിന്റെ വെളിച്ചത്തിൽ കാവിലെ കോമരങ്ങളും ഉറഞ്ഞുതുള്ളിയപ്പോൾ ഭക്തമാനസങ്ങൾക്കത് അനുഗ്രഹത്തിന്റെ വിശ്വാസത്തിന്റെ പരകോടിയായി. തലയിൽ ഇടത്തലയും ഉടലിലും അരയിലും കറുപ്പുടുപ്പുമാണ് വേഷവിധാനം. മുഖത്ത് ചുവപ്പും കറുപ്പും വെള്ളയും കലർന്ന മുഖത്തെഴുത്ത്. ഇരുകൈകളിലും അമ്പും വില്ലുമായാണ് വേട്ടയ്ക്കൊരു മകൻ കാവിന്റെ തിരുമുറ്റത്ത് ഉറഞ്ഞാടിയത്. അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ കിരാതരൂപം കൊണ്ട് പരമശിവനും പാർവതിക്കുമുണ്ടായ പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ എന്നാണ് വിശ്വാസം. രൗദ്രമാണ് ഭാവം. ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ഈ തിറ കൊണ്ടാടുന്നത്. നാട്ടിലുള്ള എല്ലാ ആളുകളും തന്നെ വേട്ടയ്ക്കൊരു മകൻ തിറ ഉള്ള സ്ഥലത്തേക്ക് എല്ലാ ആളുകളും ഒഴുകിയെത്തും. ഈ വേട്ടയ്ക്കൊരു മകന്റെ അനുഗ്രഹം വാങ്ങിക്കാനും അതുപോലെ തന്നെ അവരുടെ ഐശ്വര്യത്തിനും വേണ്ടി എല്ലാ കാര്യങ്ങളും വേട്ടയ്ക്കൊരു മകൻ ചെയ്യും. വേട്ടയ്ക്കൊരു മകൻ മുറ്റത്തേക്ക് അരങ്ങത്ത് വരുന്നതോടുകൂടി തന്നെ എല്ലാ ആളുകളും തൊഴുകയോടുകൂടി നിൽക്കുക ചെയ്യുക. ചെണ്ടയുടെ പതിഞ്ഞ താളം നെല്ലെ കൊട്ടിക്കയറുമ്പോൾ ചടുല താളത്തിൽ വീണ്ടും ഉറഞ്ഞാടി. അടങ്ങിപ്പാർക്കലോടെ തിറയാട്ടം അവസാനിക്കും. ആബാലവൃദ്ധം ഭക്തസഹസ്രങ്ങളാണ് വേട്ടയ്ക്കൊരു മകന്റെ തിരുസ്വരൂപം കണ്ട് അനുഗ്രഹം വാങ്ങി നിറഞ്ഞ മനസ്സോടെ മടങ്ങിയത്. ജനം, കോഴിക്കോട്. അപൂർവം കാവുകളിൽ മാത്രമുള്ള അല്ലേ വളരെ ഗ്രാമീണത തുളുമ്പുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ നമ്മൾ കണ്ടത്. ഇടുക്കിയിൽ ആരാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ചരിത്ര അവശേഷിപ്പാണ് കല്ലാർകുട്ടിക്ക് സമീപമുള്ള തോട്ടാപ്പുര. കല്ലാർകുട്ടി അണക്കെട്ടിന്റെയും പവർ സ്റ്റേഷന്റെയും നിർമ്മാണ കാലത്ത് പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള മരുന്നും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഇടമാണ് ഇവിടെ. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഈ പ്രദേശം ഇന്ന് അവഗണനയിലാണ്. കല്ലാർകുട്ടി
റോഡ് കടന്നു പോകുന്നത് പാറയ്ക്കുള്ളിലെ ഈ ചരിത്രവിശേഷിപ്പിന്റെ മുകളിലൂടെയാണ്. പാതയോരത്ത് നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള വലിയ തുരങ്കം കാണാം. തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ അല്പമകലെ വിശാലമായ വലിയ 2 മുറികൾ. ഇവിടെയാണ് അണക്കെട്ടിന്റെയും പവർ ഹൗസിന്റെയും നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും വെടിമരുന്നും സൂക്ഷിച്ചിരുന്നത്. അധികൃതരുടെ അവഗണനയിൽ ചരിത്രമുറങ്ങുന്ന തോട്ടപ്പുര തകർച്ചയുടെ വക്കിലാണ്. ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തോട്ടപ്പുര പുനരുജ്ജീവിപ്പിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. നിരന്തരമായ ഇടപെടൽ കൊണ്ട് ഇത് ടൂറിസം വകുപ്പിനോ അല്ലെങ്കിൽ കേരള സർക്കാർ അത് ഏറ്റെടുത്ത് നമ്മുടെ പഞ്ചായത്തിനോ നൽകിയാൽ ലോകത്തിലെ തന്നെ 1-ാം നമ്പർ ടൂറിസം മേഖലയാക്കി മാറ്റും എന്ന് ഞങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ തടസ്സങ്ങൾ അനവധിയാണ്. നമുക്ക് ഇത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഈ മേഖലയുടെ സമൂലമായ പുരോഗതിക്ക് ആ ഒരൊറ്റ സംവിധാനം മതിയാവും. പാതയോരത്തു നിന്നും ഇവിടേക്കുള്ള പടിക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായുണ്ട്. വിളക്കുകൾ ക്രമീകരിച്ച് തോട്ടപ്പുരയുടെ ഉൾവശവും പ്രകാശപൂരിതമാക്കാൻ കഴിയും. പ്രവേശന കവാടം കൂടി ആകർഷണീയമാക്കിയാൽ പ്രദേശത്തിന് വിനോദസഞ്ചാര സാധ്യതകൾക്ക് വഴി തുറക്കും. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ജനം, ഇടുക്കി. എറണാകുളം ആലുവയിൽ 13-കാരനെ കാണാതായി. തായ്ക്കാട്ടുകര കോടഞ്ചേരി വീട്ടിൽ സാദത്തിന്റെ മകൻ അൽത്താഫ് അമീനെയാണ് കാണാതായത്. ചൊവ്വാഴ്ച രാത്രി മുതലാണ് കുട്ടിയെ കാണാതായത്. ആലുവ SNDP സ്കൂൾ വിദ്യാർത്ഥിയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, 13 വയസ്സുള്ള വിദ്യാർത്ഥിയെ കാണാതായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ആലുവ SNDP സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള 13 വയസ്സുകാരനായ അൽത്താഫ് അമീനെയാണ് കാണാതായിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രി മുതൽ കുട്ടിയെ കാണാതായി എന്നാണ് പരാതി. നിലവിൽ പരാതിന്മേൽ ആലുവ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോടഞ്ചേരി വീട്ടിൽ തായ്ക്കാട്ടുകര സ്വദേശിയായിട്ടുള്ള സാദത്തിന്റെ മകൻ ആണ് അൽത്താഫ്. രാത്രി മുതൽ കുട്ടിയെ കാണാനായില്ല എന്നാണ് പരാതിയിൽ രക്ഷകർത്താക്കൾ പറയുന്നത്. ഈ ആലുവ മേഖല എന്ന് പറയുന്നത് ലഹരി കടത്തുകാരുടെ ഒരു പ്രദേശം കൂടിയാണ്. ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചും നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് അപരിചിതരുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ, ലഹരി സംഘങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പിടിയിലെങ്ങാനും കുട്ടി അകപ്പെട്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് കൊണ്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കുട്ടിയെ കാണാതായിട്ട് ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് വിവരം. വരും മണിക്കൂറുകളിൽ കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക. വിനോദ്. അതെ, 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കാണാതായിരിക്കുന്നു. എന്തായാലും ലഹരി മാഫിയകളൊക്കെ സജീവമായ ഈ പ്രദേശത്ത് നിന്നാണ് വിദ്യാർത്ഥിയെ കാണാതായത്. അന്വേഷണം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. തിരുവനന്തപുരം വർക്കലയിൽ ടൂറിസം മേഖലയിൽ സുരക്ഷ കർശനമാക്കണമെന്ന ആവശ്യം ശക്തം. അനധികൃതമായി നിരവധി ഹോം സ്റ്റേകളാണ് വർക്കല ക്ലിഫിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇന്റർപോൾ തിരയുന്ന വിദേശിയെ വർക്കലയിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരിക്കണം എന്നുള്ള ആവശ്യമുയരുകയാണ്. വർക്കല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ഇന്റർപോൾ തിരയുന്ന ഒരു വിദേശിയെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആവശ്യം കൂടുതൽ ഉയരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ വർക്കലയിൽ കേന്ദ്രീകരിച്ച് ഒന്ന് ലഹരി മരുന്ന് ഉപയോഗം വ്യാപിപ്പിക്കുന്നതായി നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. വിദേശ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട്. പ്രത്യേകിച്ച് ക്ലിഫിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃതമായ റിസോർട്ടുകളുടെ കാര്യത്തിലൊക്കെ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നുള്ള പരാതി അത് പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ പലവട്ടം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ നടത്തുന്നവരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ നടത്തുന്നവരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനവും പണക്കൊഴുപ്പും ഒക്കെ കാരണം ഇത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ പോകാറില്ല എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഈ അനധികൃത ഹോം സ്റ്റേകളിലാണ് ഇപ്പോൾ നേരത്തെ പറയുന്ന രീതിയിലുള്ള വിദേശികളൊക്കെ വന്ന് നിയമപരമല്ലാതെ രാജ്യത്ത് തങ്ങുന്ന വിദേശികളടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതടക്കമുള്ള വിഷയങ്ങൾ പലപ്പോഴായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സുരക്ഷാ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതും കൂടുതൽ ഈ ഹോം സ്റ്റേകളുടെ മറവിലൊക്കെ നടക്കുന്ന മറ്റ് ആശ്വാസകരമല്ലാത്ത കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം
ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം ശക്തമായി പ്രത്യേകിച്ച് ഈ വർക്കലയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് അടിക്കടെ നിരവധി കേസുകൾ വർക്കലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗിച്ച് ഒരു യുവാവ് സ്കൂളിൽ കയറി അക്രമമൊക്കെ നടത്തുന്ന സംഭവം ഉണ്ടായി. അതിന് തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിൽ തന്നെ ലഹരിയുമായി 3 യുവാക്കൾ പിടിയിലാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ലഹരി മരുന്ന് ഉപയോഗവും മറ്റ് ആശ്വാസകരമല്ലാത്ത പ്രവർത്തനങ്ങളും വർക്കല കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ആവശ്യം, പ്രത്യേകിച്ച് ഈ ഹോം സ്റ്റേകളുടെ കാര്യത്തിലൊക്കെ ഈ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്നുള്ളൊരു ആവശ്യം ശക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച നിരവധി തവണ പോലീസിന് രഹസ്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ടൂറിസം മേഖലയായതിനാൽ തന്നെ വിദേശികളടക്കമുള്ള ആൾക്കാർ ഇതിൽ പങ്കാളികളാകുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നില്ല തന്നെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകാത്തൊരു വിഷയമുണ്ട്. കാരണം അത് ടൂറിസത്തിന് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്ത് കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാത്തതാണ് ഇത്തരം മേഖല കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ പെരുകുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത്. കാരണം നേരത്തെ ഈ കുറ്റവാളികളും മറ്റ് രാജ്യാന്തര കുറ്റവാളികളും അടക്കമുള്ളവർ വർക്കല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന അനധികൃത ഹോം സ്റ്റേകളിലൊക്കെ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷയമുണ്ടായത്. പ്രത്യേകിച്ച് ഈ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്ന ലിത്വാനിയൻ പൗരൻ അലക്സേസ് ബെസിക്കോവിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ അറസ്റ്റോടെയാണ് ഈ വർക്കല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അനധികൃത റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും ഇപ്പോൾ സജീവമാകുന്നത്. കൃത്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മാരാരിക്കുളത്ത് യുവതി ആത്മഹത്യ ചെയ്തത് സൗഹൃദക്കെണിയിൽപ്പെടുത്തി പീഡിപ്പിച്ചതിനെ തുടർന്ന് എന്ന് പരാതി. മാരാരിക്കുളം സ്വദേശിനി രഹനയാണ് മരിച്ചത്. ആലപ്പുഴ വണ്ടാനം സ്വദേശിയായ അൻസാഫിൻ്റെ നിരന്തര ഭീഷണിയെ തുടർന്നാണ് രഹന ആത്മഹത്യ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് തറയിവിളിയിൽ അരുൺകുമാറിന്റെ ഭാര്യ 29 വയസ്സുള്ള രഹന ആത്മഹത്യ ചെയ്തത്. തന്നെ സൗഹൃദക്കെണിയിൽപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ച വണ്ടാനം സ്വദേശിയായ അൻസാഫിന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് 2 കുട്ടികളുടെ അമ്മയായ യുവതി തൂങ്ങി മരിച്ചത്. പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജോലി ചെയ്യുന്നതിനിടെയാണ് വണ്ടാനം സ്വദേശിയായ അൻസാഫുമായി രഹന സൗഹൃദത്തിലായത്. പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബന്ധുവിനെ പരിചരിക്കാനെത്തിയപ്പോൾ ഡിവൈഎഫ്ഐക്കാരോടൊപ്പം പൊതിച്ചോറ് വിതരണത്തിനും ഇയാളെത്തി. അങ്ങനെ ബന്ധം ദൃഢമായി. തുടർന്ന് താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് പല ആവശ്യങ്ങൾക്കായി യുവതിയിൽ നിന്ന് 1.5 ലക്ഷം രൂപയും 3.5 പവന്റെ സ്വർണവും അൻസാഫ് വാങ്ങിയെടുത്തു. കഴിഞ്ഞ ഡിസംബർ 27-ന് എല്ലാം മടക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും നൽകിയില്ല. ഇക്കാര്യങ്ങൾ വീട്ടിലറിഞ്ഞതോടെ രഹന അൻസാഫിനൊപ്പം പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അൻസാഫിൽ നിന്നും ക്രൂരപീഡനമാണ് രഹനയ്ക്ക് നേരിടേണ്ടി വന്നത്. തുടർന്ന് ഭർത്താവിനെ വിളിച്ചു വരുത്തി തിരികെ പോന്നു. വീട്ടിലെത്തിയിട്ടും അൻസാഫ് രഹനയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഇയാളുടെ നിരന്തര ഭീഷണിയെ തുടർന്നാണ് രഹന ജീവനൊടുക്കിയതെന്നും ബന്ധുക്കൾ പറയുന്നു. അവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണ നമ്മളോട് പറയാനുള്ള ബുദ്ധിമുട്ട് അവൾക്ക്. എന്താ പറയണത്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മളോട് പറയാനുള്ള വിഷമം കൊണ്ടാണ് അങ്ങനെ ഭീഷണിയുടെ പുറത്താണ് അവൾ ഇത് ചെയ്തത്. ആത്മഹത്യ ചെയ്യണമെന്നും അവൾ വീഡിയോ കോൾ ചെയ്ത് വെച്ചോണ്ടാണ് ചെയ്തത്. ഞാൻ എന്നെ ജീവിക്കാൻ നീ സമ്മതിക്കുക, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് വെച്ചോണ്ടാണ് അവൾ തൂങ്ങിയത്. ഭർത്താവിനെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ രഹന കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അവൻ ഭാര്യയെ ട്രാപ്പിലാക്കുമായിരുന്നു. ഒരു സൗഹൃദം കൂടി അവളുടെ ഈ ആദ്യം കുറച്ച് സാമ്പത്തിക ഇടപാട് നടത്തി. പിന്നെ അതും പറഞ്ഞ് അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവൻ നിൻ്റെ വീട്ടിൽ വരും. അങ്ങനെ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്ന് കയറിയതിൻ്റെ പുറത്ത് അവൾ പേടിക്കുകയും അവൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഇതായിട്ടൊക്കെ കിടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞും ഹോസ്പിറ്റലിൽ വെച്ച് ഇവൻ പിന്നെയും ഭീഷണിപ്പെടുത്തും, നിൻ്റെ ഭർത്താവിനെയും പിള്ളേരെ ഉണ്ടാകത്തില്ല. അൻസാഫിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും രഹനയുടെ കുടുംബം ആരോപിക്കുന്നു. ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരവസ്ഥ വരരുതെന്ന് കരുതിയാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. ഇതിനൊരു നീതി ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും ഇതിൽ വരണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. നീതി കിട്ടിയാലേ പറ്റുള്ളൂ. ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് ഒരാപത്തും വരരുത്. രഹനയുടെ മരണത്തിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, ആലപ്പുഴ.
ആരാധകർ ഏറെ കാത്തിരുന്ന മലയാളത്തിൻ്റെ പ്രിയ താരം മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. സൂപ്പർ ആക്ഷൻ രംഗങ്ങളും മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനുമാണ് ട്രെയിലറിൽ ഒരുക്കിയിട്ടുള്ളത്. നടൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് നിർമ്മാണം. മാർച്ച് 27-ന് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസാണ് ചിത്രം എത്തിക്കുന്നത്. സൂപ്പർ ഹിറ്റായ ലൂസിഫറിൻ്റെ 2ാം ഭാഗമായി എത്തുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തായാലും എമ്പുരാൻ്റെ കിടിലൻ ട്രെയിലറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആരാധകർ ഇപ്പോൾ തന്നെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ അത് കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ കണ്ടു. അത് 27-ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വിഷ്ണു ആനാട് ചേരുന്നു. വിഷ്ണു, ആരാധകർ ഏറെ കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമ പുറത്തു വരുന്നു. അടുത്ത വെള്ളിയാഴ്ച അത് റിലീസാകും. അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു. ഗുഡ് മോർണിംഗ് വിനോദ് ആൻഡ് രോഹിണി. ഇത്തരത്തിൽ പുതിയ എമ്പുരാനായി വരുമ്പോൾ മോഹൻലാൽ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയായപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൻ്റെ 3ാം ഭാഗം കൂടി ഉണ്ട് എന്ന് പറയുന്നു. 2ാം ഭാഗം തന്നെ വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് 3ാം ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആകാംക്ഷകൾ അവസാനിക്കുന്നില്ല. അങ്ങനെയല്ലേ വിഷ്ണു? മറ്റ് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു തമ്പുരാനായി തന്നെ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു ആനാട്. എമ്പുരാൻ ട്രെയിലർ റിലീസിന് മുന്നോടിയായി ന്യൂയോർക്കിൽ മോഹൻലാൽ ഫാൻസ് മീറ്റ് നടന്നു. ടൈംസ് സ്ക്വയറിൽ ബിൽ ബോർഡുകളിൽ എമ്പുരാൻ പോസ്റ്ററുകളും പ്രദർശിപ്പിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നൃത്തം ചെയ്താണ് ആരാധകർ എമ്പുരാന്റെ വരവറിയിച്ചത്. ലാലേട്ടൻ ഫാൻസ് കോർഡിനേറ്റേഴ്സായ റോഷൻ ജോർജ്, സഞ്ജയ്, ജിജിൻ രാഘവൻ, അലക്സ് ബിജു, സ്വരൂപ് എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 26-ന് US-ലും എമ്പുരാൻ റിലീസ് ചെയ്യും. അടങ്ങാത്ത ആവേശമാണ് എമ്പുരാനെ സ്വീകരിക്കുന്നതിനായി. മുതലപ്പുഴയിലെ മണൽക്കൂനകളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിൽ റോഡ് ഉപരോധിക്കുകയാണ്. ഈ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടക്കുന്നത്. കളക്ടർ നേരിട്ടെത്തണം എന്ന് തന്നെയാണ് ആവശ്യം. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മത്സ്യത്തൊഴിലാളികൾ ഉറച്ചു നിൽക്കുകയാണ്. മുതലപ്പുഴയിലെ ഈ മണൽക്കൂനകൾ, മണൽ മാറ്റണം എന്നുള്ള ആവശ്യവുമായി കളക്ടർ നേരിട്ടെത്തി തങ്ങളുടെ പരാതി കേൾക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം? രോഹിണി, രാവിലെ 6 മണി മുതൽ മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ സമരസമിതി രൂപീകരിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് സംസ്ഥാന സർക്കാർ മണൽ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കാലാവധി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇടപെടലുകൾ ഉണ്ടാകില്ല എന്നൊരു ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്ന എന്ന് കണ്ടതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള പ്രശ്നമാണ്. സമയബന്ധിതമായി മണൽ നീക്കം ചെയ്ത് സ്വാഭാവിക ആഴം നിലനിർത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ജീവനെയും അതോടൊപ്പം തന്നെ ജീവിത മാർഗത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞം സമരം നടക്കുന്ന സമയത്തും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച 7 ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മുതലപ്പുഴയിലെ അശാസ്ത്രീയമായിട്ടുള്ള മുതലപ്പുഴ നിർമ്മാണം, അത് പുലിമുട്ട് പുനർനിർമ്മിക്കുക, അതോടൊപ്പം തന്നെ ഈ മണൽ നീക്കം ചെയ്തുകൊണ്ട് ആഴം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് മണൽ നീക്കം ചെയ്യാത്തത് കൊണ്ട് ഈ മുതലപ്പുഴയുടെ സ്വാഭാവിക ആഴം കുറഞ്ഞ് അവിടെ ഒരു മണൽ
നീർച്ചാൽ രൂപത്തിലുണ്ട്. അതപ്പോൾ നീർച്ചാൽ കടലൊരു നീർച്ചാൽ മാത്രമായി മാറി. ഈ നീർച്ചാലിൽ കൂടെയാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിനായുള്ള വള്ളങ്ങളും മറ്റു കടലിലേക്ക് പോകുന്നത്. പക്ഷെ അത് വലിയ രീതിയിൽ തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയായി മാറി. ഇന്നലെ ഏതാണ്ട് 50 പേരോളം അടങ്ങുന്ന ഒരു വള്ളം ഈ മണൽക്കൂനയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. അപ്പോൾ വലിയൊരു അപകട സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരെയാണ് മത്സ്യത്തൊഴിലാളി സംഘടന ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 2 ഹാർബറിലെ താഴമ്പള്ളി, പെരുമാതുറ ഹാർബറുകളിലെയും മത്സ്യത്തൊഴിലാളികൾ വർക്കല മേഖലകളിൽ താഴമ്പള്ളി, അഞ്ചുതെങ്ങ്, പെരുമാതുറ, പുതുക്കുറിശി മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സമരം നടത്തുന്നത്. രോഹിണി, മുതലപ്പുഴയിലെ മണൽ നീക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള അവിടുത്തെ മുതലപ്പുഴയിലെ ആളുകൾ റോഡ് ഉപരോധിക്കുകയാണ്. കളക്ടർ തന്നെ നേരിട്ടെത്തി ഇക്കാര്യത്തിലൊരു ശാശ്വത ഉറപ്പ് നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒരുങ്ങി നൽകുകയായിരുന്നു ടിൻഡുദാസ്. ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. വടക്കൻ ഗാസയിലെ സൈനിക താവളം തകർത്തു. മധ്യ ഗാസയിൽ കരസേന നിരീക്ഷണവും ഇസ്രായേൽ ശക്തമാക്കി. ബന്ദികളുടെ മോചനം പൂർത്തിയാകുന്നതുവരെ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ ഗാസയിൽ വ്യോമാക്രമണം ഇപ്പോൾ ഇസ്രായേൽ ശക്തമാക്കുകയാണല്ലോ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഗാസയിൽ ശക്തമായൊരു വ്യോമാക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ വെടിനിർത്തൽ ധാരണ നിലനിന്നിരുന്നൊരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ ആക്രമണമെല്ലാം തന്നെ നിശ്ചലമായൊരു സാഹചര്യമുണ്ടായിരുന്നു. എങ്കിലും ബന്ദികളുടെ മോചന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് അതിശക്തമായൊരു പ്രതിഷേധത്തിന് ഇസ്രായേലിന് വഴിവെച്ചത്, ഇസ്രായേൽ തുറന്നു വിട്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വ്യോമാക്രമണത്തിന് പിന്നാലെ നെറ്റ്സറി മേഖല, അതായത് ഗാസയുടെ ഏതാണ്ട് മധ്യപ്രദേശമായ ഇടനാഴിയിലൂടെ ഉള്ള ആ സഞ്ചാരം കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തേക്ക് ശക്തമായൊരു സൈനിക വിന്യാസം കൂടി, കരയുദ്ധത്തിനുള്ളൊരു സാധ്യത കൂടി വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായൊരു വിവരം പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം, അല്ലെങ്കിൽ ഇതിനെ ഈ ആക്രമണത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് ഹമാസിൻ്റെ ചില നിലപാടുകൾ തന്നെയാണ്. ഹമാസ് ബന്ദികളുടെ മോചനം സാധ്യമാക്കാനുള്ള യാതൊരു നീക്കവും നടത്തുന്നില്ല എന്ന കടുത്ത വിമർശനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പോലും വളരെ കൃത്യമായി ബന്ദികളുടെ മോചനം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ ഭാരതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും, ഭാരതം ഇക്കാര്യത്തിൽ ഇടപെട്ട സ്റ്റേറ്റ്മെൻറ്റിലും വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ബന്ദികളുടെ മുഴുവൻ മോചനം പൂർണ്ണമായും നടപ്പാക്കണമെന്ന കർശനമായ നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ബന്ദികളെ ഇങ്ങനെ വെച്ച് വിലപേശുന്ന ഒരു നീക്കം നടത്തരുത്. 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാകണമെന്നൊരാവശ്യമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ബന്ദികളുടെ മോചനത്തിന് തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് വെടിനിർത്തൽ 1ാം ഘട്ടം ദീർഘിപ്പിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ 1ാം ഘട്ടം ദീർഘിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ 2ാം ഘട്ടത്തിലാണ് വളരെ കൃത്യമായി വിഭാവനം ചെയ്തിരുന്നത്. ആ 2ാം ഘട്ടത്തിലേക്ക് കടക്കാതിരിക്കുകയും സൈന്യം അവിടെ തന്നെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സൈന്യത്തിനെ സുരക്ഷാ മേഖലകളിലേക്കെല്ലാം പ്രത്യേക മേഖലകളിൽ, സംഘർഷ മേഖലകളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്ത്രപ്രധാന മേഖലകളിലേക്കും കടന്നു കയറാവുന്ന രീതിയിൽ തന്നെ വിന്യസിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. ആ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ വെടിനിർത്തൽ ധാരണ ദീർഘിപ്പിച്ചിട്ടും ബന്ദികളുടെ മോചനത്തിൽ ഒരു നിലപാടും എടുക്കാത്ത ഒരു നീക്കം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒരു വിലപേശൽ സ്വഭാവത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തത്. സ്വാഭാവികമായും ഇസ്രായേൽ ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയോട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങുകയും ചെയ്തത്. വ്യോമയുദ്ധവും ഇപ്പോൾ കരയുദ്ധത്തിനുള്ള സാധ്യതകളും തുറക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. അതിൻ്റെ കൂടി ഭാഗമായ ഒരു കടുത്ത നടപടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, അതെ, ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. ഈ വാർത്തയോടുകൂടി പുത്തൻ പുലരിയുടെ സമയം അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ഒരിക്കൽ കൂടി നേരുന്നു. അല്ലേ? അതെ, നമസ്തേ. നമസ്തേ.